ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. May God's name be glorified. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നിവിടെ ആയിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ച ചില കാര്യങ്ങൾ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. Dear brothers and sisters, let's be reminded of what we shared last few weeks. നമ്മൾ പറഞ്ഞത്, നമ്മളെ ഇവിടെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ തന്നെ നമ്മൾ അവിടുത്തെ മക്കളാണ്. What we told is when we are on this earth, we are God's children. നമ്മളെക്കുറിച്ച് നമ്മുടെ പിതാവിന് വലിയ കരുണയുണ്ട്. God has kindness towards all of us. നമ്മളിപ്പോൾ പാടിയ പാട്ടിലും നമ്മുടെ പിതാവ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു, നമ്മുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നു എന്നെല്ലാം നമ്മൾ പാടിയല്ലോ. The song which we just sang, it says that our Father knows our weakness and He cares for us. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ ആവശ്യമില്ലാതെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വിചാരപ്പെടരുത് എന്നാണ്. We were discussing about we don't be worried. നമ്മൾ ഭയപ്പെടണ്ട എന്നാണ് നമ്മൾ ചിന്തിച്ചത്. Then we said don't fear. നമ്മൾ മരണത്തെ പോലും ഭയപ്പെടേണ്ടതില്ല എന്നാണ് നമ്മൾ ചിന്തിച്ചത്. Then we say that we should not fear even the death. മനുഷ്യരെന്നുള്ള നിലയിൽ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ മറ്റ് ലോക മനുഷ്യർക്കൊക്കെ ഉണ്ടാകാവുന്ന, സാധാരണ മനുഷ്യർക്കൊക്കെ ഉണ്ടാകാവുന്ന ചിന്താകുലങ്ങളും ഭാരങ്ങളും നമുക്കും വരാം. As a human being on this earth, we'll also get all these worries and fears. എന്നാൽ ആ ലോക മനുഷ്യർക്കില്ലാത്ത ഒരു പ്രത്യേകത നമുക്കുണ്ട്. But we have something special which the worldly people don't have. നമുക്ക് സ്വർഗത്തിലൊരു പിതാവുണ്ട്. We have a Father in heaven. അവർക്കതില്ല. They don't have that. സ്വർഗത്തിലൊരു പിതാവുണ്ടെങ്കിൽ പിന്നെ എന്തിനു നമ്മൾ ഭാരപ്പെടണം? If we have a Father in heaven, why we should worry? എന്തിനു നമ്മൾ ഭയപ്പെടണം? Why we should fear? പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ വളരെ സമാധാനത്തോടെ നമ്മൾ ജീവിക്കണമെന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. So the God expects us to live peacefully on this earth. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ആ കാര്യം മനസ്സിലുള്ളത് കൊണ്ടാവാം യോഹന്നാന്റെ സുവിശേഷം 14:27 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. Jesus told in John chapter 14, അതിന്റെ 27 verse 27. അവിടെ കർത്താവ് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറയുകയാണ്, Before he leaves the earth, he is saying to his disciples, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. Peace I leave with you, my peace I give to you. അവിടെ രണ്ടാം ഭാഗം കണ്ടോ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. The second part it says, I leave my peace with you. ഇവിടെ യേശു ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിന് ധാരാളം പ്രശ്നങ്ങളും പരീക്ഷകളും ആളുകളുടേതായ ആ നിലയിലുള്ള പോരാട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. When Jesus was on earth, he had many trials and temptations. അതിന്റെ മധ്യത്തിലും യേശു ഒരിക്കലും കുലുങ്ങിപ്പോവുകയോ താന് ഭാരപ്പെടുകയോ താന് ഭയപ്പെടുകയോ ചെയ്തില്ല. But he was not worried or fear. He didn't fear during those times. എന്തുകൊണ്ടാണ്? Why? തനിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നു. Because he had peace in him. ഒരു ദിവ്യ സമാധാനം താന് ജീവിതത്തിലുടനീളം താന് അനുഭവിച്ചു. He had a divine peace in entire life. ആ സമാധാനത്തിന്റെ അടിസ്ഥാനത്തിൽ തനിക്ക് സ്വസ്ഥതയോടെ ഈ ലോകത്തായിരിക്കാൻ കഴിയും. Because of that peace, he could be at rest when he was on this earth. എന്നിട്ട് അങ്ങനെ 3.5 വർഷം ഈ ലോകത്ത് ജീവിച്ചിട്ട് യേശു ഇപ്പോ തന്റെ ശിഷ്യന്മാരോട് വിട പറഞ്ഞു പോവുകയാണ്. After living 3.5 years on this earth, and then he is leaving the disciples. അന്നേരം പറയുകയാണ്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. Then he says, I am giving my peace to you. ഞാൻ അതെപ്പോഴും ആലോചിക്കാറുള്ളത്, യേശു ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ സമാധാനം നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് തന്റെ ശിഷ്യന്മാർക്ക് കൈമാറ്റം ചെയ്തിട്ട് യേശു പോയിരിക്കുന്നു. I used to think like that. Jesus, he used this peace and he is handing over to the disciples now. അപ്പൊ ഇന്ന് ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന സമാധാനം വാസ്തവത്തിൽ എന്താണ്? The peace what we have on this earth is what? യേശു അനുഭവിച്ചിരുന്ന അതേ സമാധാനമാണ് നമുക്ക് കൈമാറിയിട്ട് പോയത്. It's the same peace which Jesus had when he was on earth. നമ്മള് യേശുവിനെ പോലെ സമാധാനത്തോടെ ഇന്ന് ആയിരിക്കുന്നുണ്ടോ? Are we at rest like Jesus? പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. God knows that when we are on this earth, we'll have problems. യേശുവിനുണ്ടായിരുന്നു. Jesus also had such problems. പക്ഷെ അതിന്റെ മധ്യത്തില് യേശു കൈയാളിയിരുന്ന ഒരു സമാധാനമുണ്ട്. In midst of that, he had the peace in. ആ സമാധാനം നമുക്ക് തന്നിട്ട് പോകുമ്പോൾ അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്താ? When Jesus gives that peace to us, what does he expect from us? നമ്മളും പ്രശ്നങ്ങളുടെ മധ്യത്തില് യേശുവിനെ പോലെ ആ സമാധാനം
പുലർത്തുന്നവരായിരിക്കണം എന്നുള്ളതാണ്. We should also live at rest like how Jesus lived. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം സമാധാനത്തെ കുറിച്ചുള്ള ഒരു വാക്യമാണ്. Philippians chapter 4 verse 7 is about peace. അവിടെ പറയുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. There it says the peace that surpasses all comprehension. അതായത് ദൈവത്തിന്റെ സമാധാനം സകല ബുദ്ധിയെയും കവിയുന്നതാണ്. The peace of God will suppress all the comprehension. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് സമാധാനപ്പെടാൻ കാര്യങ്ങളൊന്നുമില്ല. If we think, many times I used to think that if we just start thinking about the problem, there is nothing to be at rest. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിയെ, സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനമാണ് ദൈവത്തിന്റെ So സമാധാനം. God's peace is surpassing all our understanding. കാരണം ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ തുടർന്ന് എങ്ങനെയാകും നമുക്കൊരു ഉറപ്പില്ല. We start thinking about it, we don't know how things will come into place. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാകും നമുക്ക് ഒരു ഉറപ്പില്ല. About our children, we don't know what will happen to them. ഈ കാലഘട്ടത്തിൽ തന്നെ ഇനി എന്തെല്ലാം സംഭവിക്കും നമുക്ക് അറിഞ്ഞുകൂടാ. We don't know what all is going to happen in this world. അപ്പൊ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെല്ലാം നിരത്തി വെച്ച് ചിന്തിച്ചാൽ അയാൾക്ക് വിഷമിക്കാനും അസമാധാനപ്പെടാനുമേ ഉള്ളൂ. We start thinking with our mind, then there is no reason for us to be at rest. അതുകൊണ്ടാണ് ബുദ്ധിയെ കവിയുന്നതാണ് ദൈവസമാധാനം. So that's why it says the peace of God will suppress all comprehension or understanding. എന്നിട്ട് അതിന്റെ താഴെ പറയുന്നത് എന്താ? ഹൃദയങ്ങളെയും നിലവുകളെയും ഈ ദൈവസമാധാനം ക്രിസ്തുയേശുവിങ്കൽ കാക്കും എന്നാണ്. Then it says it will guard your heart and mind in Christ Jesus. കണ്ടോ? ഹൃദയത്തെയും നിലവുകളെയും. Hearts and minds. നമ്മുടെ ഹൃദയം എപ്പോഴും വികാരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. Heart is always close to our emotions. നിലവുകൾ അല്ലെങ്കിൽ മനസ്സ് എപ്പോഴും ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. Minds is all about thoughts. അപ്പൊ ഹൃദയം കൊണ്ട് ഇന്നത്തെ ഈ കാലഘട്ടത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അവിടെ എന്തേ ഉള്ളൂ? അവിടെ പലപ്പോഴും അസമാധാനമേ ഉള്ളൂ. If you try to understand this world with the heart, then also there will be unrest. ഇതറിയാവുന്നത് കൊണ്ട് പൗലോസ് പറയുന്നു, ഈ ദൈവസമാധാനം നിങ്ങളുടെ വികാരത്തെ, ഹൃദയത്തെ കവിയുന്നതാണ്. So Paul says that this peace of God will guard your hearts. അതുപോലെ തന്നെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലും നമുക്ക് അസമാധാനപ്പെടാനേ ഉള്ളൂ. If we think with our minds also, we will be at unrest. അതുകൊണ്ട് നിലവുകളെയും നമ്മുടെ വികാരത്തെ, ഹൃദയത്തെ മാത്രമല്ല നമ്മുടെ ചിന്തകളെയും എന്ത് ചെയ്യും? ക്രിസ്തുയേശുവിങ്കൽ കാക്കും. So Paul says that the peace of God will guard not only your heart but your mind also. ഞാൻ പറഞ്ഞത് വ്യക്തമായി എന്ന് ഞാൻ കരുതട്ടെ. I hope you understood what I'm saying. നമ്മുടെ വ്യക്തിത്വത്തില് നമ്മുടെ മനസ്സുണ്ട്. In our humanity there is a mind. നമ്മുടെ ഹൃദയമുണ്ട്. There is a heart. ഹൃദയം വികാരപരം. Heart is about emotions. മനസ്സ് അത് യുക്തിപരം. Mind is about thoughts. ഇന്നത്തെ കാലഘട്ടത്തിൽ വികാരം കൊണ്ട് ചിന്തിച്ചാൽ സമാധാനിക്കാനൊന്നുമില്ല. If you think about emotions, there is nothing to be addressed. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലും ആ നിലയിൽ സമാധാനപ്പെടാനൊന്നുമില്ല. If you think in your mind also, there is nothing to be at rest. നമ്മുടെ ഹൃദയവും ചിന്തകളും രണ്ടും എന്തായി പോകും? രണ്ടും ആകെപ്പാടെ അസ്വസ്ഥമായി പോകും. Our heart and mind will become disturbed. എന്നാൽ ദൈവത്തിന്റെ സമാധാനം ഇവിടെ പറയുന്നു, അത് നിങ്ങളുടെ ഈ രണ്ട് തലങ്ങളെയും, ഹൃദയത്തെയും മനസ്സിനെയും കാക്കും. But here it says the peace of God will guard your heart and your mind. എവിടെ കാക്കും? ക്രിസ്തുയേശുവിങ്കൽ കാക്കും. Where does it guard you? In Christ Jesus. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സമാധാനം അതാണ് നമുക്ക് തരുന്നത്. God has given us His peace. ഇവിടെ കാക്കും എന്നുള്ള പദത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. Here it says guard. I have heard about it. The word guard. അവിടെ കാക്കും എന്ന് പറഞ്ഞാൽ വെറുതെ കാക്കുന്ന വാക്കല്ല അവിടെ മൂല ഭാഷയിൽ ഉപയോഗിച്ചേക്കുന്നത്. It's not simply just keep. ഒരു സാധാരണ ഒരു കാവൽക്കാരൻ കാക്കുന്നു എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചേക്കുന്നത്. It's not like a security who takes care of things. ഒരു പട്ടാളത്തിന്റെ മുഴുവൻ ആ നിലയിലുള്ള കാവലിനെ ആയുധങ്ങളുമായിട്ടും ഉത്തരവാദിത്തപ്പെട്ട പട്ടാളക്കാര് നിന്ന് ഒരു കോട്ട കാക്കുന്നത് പോലെ ഉള്ള വാക്കാണ് കാക്കുക എന്നുള്ളതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. Here it mentions that it's about like a soldiers guarding the fort. അപ്പോ നമ്മുടെ ബുദ്ധിയെയും ഹൃദയത്തെയും
ക്രിസ്തുവേശുവിങ്കൽ അത് കാത്തുകൊള്ളും. God of peace will guard our hearts and mind. അത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനമാണ്. It comprehends all our understanding. എന്നിട്ട് ഈ സമാധാനം യേശു ഉപയോഗിച്ച് അത് നല്ലതാണെന്ന് ബോധ്യപ്പെട്ടതാണ്. This peace Jesus had used and he know it is very good. അത് ആ സമാധാനം നിലനിൽക്കുന്ന സമാധാനമാണെന്ന് തന്റെ അനുഭവത്തിലൂടെ തെളിയിച്ചതാണ്. He showed through his life that this peace will work in his life. ആ സമാധാനമാണ് നമുക്ക് കൈമാറിയിട്ട് പോയിരിക്കുന്നത്. That peace he is giving to us. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചിന്തിക്കുമ്പോൾ എത്ര വലിയൊരു കാര്യമാണ്. Dear ones, when we think like that, what a great thing it is. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നമ്മൾ 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യമാണ് പറഞ്ഞത്. അതിന്റെ 9-ാമത്തെ വാക്യം കണ്ടോ? Philippians chapter 4 verse 9. അതിന്റെ 9-ാമത്തെ വാക്യത്തില് ദൈവത്തിനൊരു പേര് പറയുന്നു. There it says a name for God. അതിന്റെ 9-ാമത്തെ വാക്യത്തില് എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. It says God of peace be with you. ദൈവത്തിന് എന്തെല്ലാം പേരുകൾ കൊടുക്കാമായിരുന്നു. We can give God different names. സർവശക്തനായ ദൈവം, The mighty God, അല്ലെങ്കിൽ ആദിയിൽ തന്നെ അവസാനവും അറിയുന്ന ദൈവം, who knows the end from the beginning. പക്ഷെ ഇവിടെ അതെല്ലാം ശരിയായിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഈ പറഞ്ഞു വന്നതിനോട് ചേർത്ത് പൗലോസ് പറയുക, ദൈവത്തിന്റെ പേരെന്താ? സമാധാനത്തിന്റെ ദൈവം എന്നാ പേര്. But Paul says God's name is God of peace. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ, മനസ്സിൽ, ഹൃദയത്തിൽ ഒക്കെ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഇന്ന് രാവിലെ ഉണ്ടെങ്കിൽ, Dear ones, we are thinking about this because if there is an unrest in our heart or life or in our mind, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. so the God whom we believe is God of peace. ആ സമാധാനം നമ്മുടെ ബുദ്ധിയെ കവിയുന്നതാണ്. That peace will surpass all our comprehensions. ആ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ഗാർഡ് ചെയ്യുന്നതാണ്. That peace will guard our hearts and minds. അത് കോട്ടകെട്ടി കാക്കുന്നത് പോലെ, It's like a fort. ആ നിലയില് കാക്കുന്നതാണ്. It protects like a fort. അങ്ങനെ കാക്കുന്നത് ലോകത്തിലെവിടെയെങ്കിലും അല്ല, It's not in any of this. It's not in the world, ക്രിസ്തുവേശുവിൽ. but it is in Christ Jesus. എത്ര വലിയ കാര്യമാണത്! What a great thing it is. അങ്ങനെ ഇതെല്ലാമാണ് നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. These are the things which is written for us. എന്നാൽ ഇതൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുന്നെങ്കിലും സത്യത്തില് നമുക്ക് പലപ്പോഴും സമാധാനമുണ്ട്. Even though it's written like this, do we have peace always? നമ്മള് പേടി കൊണ്ടുള്ള സമാധാനക്കേട് വേണ്ട എന്ന് നമ്മൾ പറഞ്ഞു. We said that don't go into unrest because of the fear. നാളത്തെ കാര്യങ്ങൾ എങ്ങനെ ആയിരിക്കും എന്നുള്ള വിചാരപ്പെടൽ കൊണ്ടുള്ള സമാധാനമില്ലായ്മ വേണ്ട എന്ന് നമ്മൾ കഴിഞ്ഞു. Don't be disturbed about worry about the future. ഇതൊന്നും അല്ലാതെ വേറെ നമ്മുടെ സമാധാനം കെടുത്തുന്ന ഒരു കാര്യം കൂടെ ഇന്ന് അതിനോട് ചേർത്ത് പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. I'm thinking to say about one more thing which will bring unrest in our life. അതെന്താണ്? ഇതൊന്നുമല്ലാതെ നാളെക്കുറിച്ചുള്ള ഭാരമോ അല്ലെങ്കിൽ ആ നിലയില് ഭയമോ ഒന്നുമല്ലാതെ പിന്നെയും നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്ന, നമ്മുടെ സമാധാനം കെടുത്തുന്ന മറ്റേ കാര്യം എന്താണ്? Yeah, it's not about worry about the future or about the fear. What is the third thing which brings unrest in our life? ഞാൻ ഈ കേരളത്തിലെ ഇന്ത്യയിലായിരുന്നപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ അടുത്തിരിക്കുന്നവരെയൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. When I was in India, I used to travel in buses, so I used to see the people sitting next to me. അവിടെ നമുക്ക് അടുത്തിരിക്കുന്നവരോട് വേഗത്തിൽ വർത്തമാനം പറയും. ഇവിടുത്തേതുപോലല്ല. There we can speak to the people sitting next to us. എന്തെങ്കിലും ഒരു ലോഹ്യമൊക്കെ പറഞ്ഞ് നമുക്കൊരു വർത്തമാനം ആരംഭിക്കും. We can start a conversation with them. അങ്ങനെ ഒരു വർത്തമാനം ആരംഭിച്ച് ഈ ആത്മീയ കാര്യങ്ങളിലേക്കൊക്കെ അവരുടെ ശ്രദ്ധയെ കൊണ്ടുവരാമല്ലോ എന്ന് വിചാരിച്ച് ഇവരോടൊരു വർത്തമാനം തുടങ്ങാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ ഇവരുടെ മുഖത്ത് പോകും. To tell them the gospel, I used to look at their face, how are they seeing. പക്ഷേ പലപ്പോഴും ഈ അടുത്തിരിക്കുന്ന ആളിന്റെ മുഖം കാണുമ്പോൾ ഏതാണ്ടെല്ലാം ഭാരപ്പെട്ടിരിക്കുക. When I look at the person sitting next to me, I feel that he is worried about many things. ഞാൻ അടുത്തിരുന്ന് നോക്കുന്നു എന്ന് പോലും ഈ ആൾ ശ്രദ്ധിക്കുന്നില്ല. He didn't even notice that I am looking at him. അദ്ദേഹം ഏതാണ്ടെല്ലാം മനസ്സിൽ ചിന്തിച്ച് തന്നെ ഏതാണ്ട് പറയുന്നു. He is thinking about many things and even speaking to himself. പുറത്ത് കേൾക്കുന്നില്ലെങ്കിലും നമുക്ക് ആ മനസ്സിന്റെ ആ ഒരു പിരിമുറുക്കം
മുഖത്ത് കാണാൻ കഴിയും. We could see his unrest on his face. എന്താ ഇവർ ഈ മനുഷ്യരൊക്കെ ഇങ്ങനെ വിഷമിച്ചും ഭാരപ്പെട്ടും തന്നെ ഇരിക്കുമ്പോൾ ഓർത്ത് വൈരാഗ്യപ്പെടുകയൊക്കെ ചെയ്യുന്നു? What is these people thinking about different things? അവര് ഇരിക്കുമ്പോൾ നമ്മൾ ആ മുഖത്ത് നോക്കുമ്പോൾ ആരാണ്ടോടും ഒക്കെ ഒരു വൈരാഗ്യമൊക്കെ അവരുടെ. They are having hatred towards somebody. അതായത് മിക്ക മനുഷ്യരും വെറുതെ ഇരിക്കുമ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും ചെയ്ത ആളുകളെ കുറിച്ച് ചിന്തിച്ച് അവരെ കുറിച്ച് അസ്വസ്ഥതപ്പെടുക ചെയ്യുന്നത്. Many people, when they sit alone, they will think about the people who have brought problems in their life. വീട്ടില് എന്നോട് എന്റെ അമ്മാവിയമ്മ ഇങ്ങനെ പറഞ്ഞു. In my house, my mother-in-law told like this. അല്ലെങ്കിലും എനിക്ക് ആ കാര്യം അറിയാം. I know all these things. നേരത്തെ 2 കൊല്ലം മുമ്പ് അങ്ങനെ പറഞ്ഞത് ഞാനിപ്പോ ഓർക്കുന്നു. When 2 years before also she said the same thing. അപ്പോ അതിനെ കുറിച്ചുള്ള ചിന്തയായിരിക്കാം ചിലരെ സംബന്ധിച്ച്. For some people, they will be thinking like this. വേറെ ചിലര് ഓഫീസില് അവരുടെ സഹപ്രവർത്തകർ ഒരു കാര്യം പറഞ്ഞു, അത് നമുക്കിട്ട് വേല വെക്കുന്നത് നമ്മളെ കുറച്ച് കാണിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് ചിന്തിച്ച് അയാളോട് വിഷമിക്കുക. Some people will be thinking about the colleagues in the office. നോക്കുക, വേറെ അവിടുത്തെ സാധാരണ പള്ളികളിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഒരുപക്ഷെ പള്ളിയിൽ വരുന്ന ആളുകള് തങ്ങൾ പ്രതീക്ഷിച്ച പോലെ ആയില്ല, അല്ലെങ്കിൽ തങ്ങളോട് മോശമായിട്ട് പെരുമാറി, അതിന്റെ അടിസ്ഥാനത്തിൽ അവരോടുള്ള വൈരാഗ്യമായിരിക്കും വേറെ ചിലരുടെ മനസ്സിൽ തളച്ചു മറിയുന്നു. Some people will be thinking about the people who came to the church and didn't behave properly to them. പ്രിയപ്പെട്ടവരെ, പലരും തന്നെ ഇരിക്കുമ്പോൾ തങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞവര് പ്രവർത്തിച്ചവര് അവരെ കുറിച്ചുള്ള ഈർഷ്യയും അവരെക്കുറിച്ചുള്ള നീരസവും അവരെക്കുറിച്ചുള്ള ചിന്തകളും അവരെക്കുറിച്ച് പക വീട്ടണമെന്നുള്ള ആഗ്രഹവും ഒക്കെ പേർത്തും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് വിഷമിച്ചിരിക്കുന്നത്. Many people are thinking about those who did some harm to them or said something bad about them. They are always thinking about them and thinking how to reciprocate to them. അവരെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഇവർക്ക് അസ്വസ്ഥത വരിക. When they think about themselves, they are come to an unrest. അങ്ങനെ അസ്വസ്ഥതപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ എന്തിലല്ല? സമാധാനത്തിലല്ല. When we are in unrest, we are not in peace. കണ്ടോ, നമ്മുടെ സമാധാനം കെടുത്തി കളയുന്ന മറ്റൊരു കാര്യമാണിത്. This is one thing which will bring unrest in our life. നമ്മളും കുടുംബത്തിലും സമൂഹത്തിലും ഓഫീസിലും ഒക്കെയാണ് ആയിരിക്കുന്നത്. We are living in our homes, office, സഭകളിലും ഒക്കെയാണ്, in the church also. അവിടെയൊക്കെ പലരും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ പെരുമാറി എന്ന് വരികയില്ല. In all these places, many people won't behave as we expect them to. നമ്മൾ ഇഷ്ടപ്പെടാത്ത നിലയിൽ എന്തെങ്കിലുമൊക്കെ അവർ ചെയ്തെന്ന് വരാം. They will do things which we may not like. നമുക്കെതിരെ അവരെന്തെങ്കിലും പറഞ്ഞു എന്ന് വരാം. They may say something against us. നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ അവര് പദ്ധതികൾ നടപ്പാക്കിയെന്ന് വരാം. They may be planning something against us. ഇതൊക്കെ അറിയുമ്പോൾ മനസ്സിൽ വലിയൊരു പകയും കയ്പും ഉണ്ടാകുന്ന ആളുകള് അവര് സമാധാനമില്ലാത്തതാണ്. When they see all this, there may come a hatred in their life, and such people are in unrest. പ്രിയപ്പെട്ടവരെ, നമ്മള് ദൈവവചനം നോക്കുമ്പോൾ അവിടെ ദൈവവചനം വളരെ പ്രാക്ടിക്കലാണ്. The God's word is very practical. അതുകൊണ്ട് ദൈവവചനം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കണ്ടില്ല എന്ന് നടിച്ച്, അല്ലെങ്കിൽ അങ്ങനൊന്നും ഇല്ല എന്ന് നടിച്ചു പോകുന്നില്ല. God's word doesn't say that such things are not there. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം നോക്കുക. Ephesians chapter 4. 4-ാം അധ്യായം 26 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. 26 to 31. അവിടെ നമ്മൾ കാണുന്നത്, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. Be angry and yet do not sin. Do not let the sun go down on your anger. പിശാചിന് ഇടം കൊടുക്കരുത്. Do not give devil an opportunity. തുടർന്ന് പറയുന്നു, അതിന്റെ 29-ാമത്തെ വാക്യം, നിങ്ങളുടെ വായിൽ നിന്ന് ആകാത്തതൊന്നും പുറപ്പെടരുത്. Verse 29 it says, let no unwholesome word proceed from your mouth. 30-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. Verse 30 it says, do not grieve the Holy Spirit. 31-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. Let all 31 verse 31 let all bitterness, wrath, anger and clamor and slander be put away from you. 32-ാം വാക്യത്തിൽ പറയുന്നു,
ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യം ക്ഷമിപ്പീൻ. Verse 32 it says, just as God in Christ forgave you, forgive each other. അപ്പോ ഇവിടെ നോക്കുക, പൗലോസ് എന്താ ഈ പറയുന്നത്? What does Paul says here? ഇവിടെ ഈ എഫേസ്യരെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം അത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നല്ല ഒരു സഭയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. The Ephesian church was a very good church at that time. അവിടെ നമ്മൾ ഈ കൊരിന്ത്യരോട് പറയുന്നത് പോലെ പൗലോസ് അവരെ ശാസിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല. When Paul writes to Corinthians, we see that he is correcting them in many things. മറ്റു പല ലേഖനങ്ങളിലും അവരെ ആ നിലയിൽ അവരുടെ ഭാഗത്തുള്ള തെറ്റുകളെ എടുത്തു പറയുന്നുണ്ട്. In many other letters also Paul says some corrections. എന്നാൽ ഇവിടെ അങ്ങനെ എഫേസ്യരില് ഏതെങ്കിലും അവരുടെ ആ നിലയിലുള്ള ഒരു തെറ്റിനെ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞ് അവരെ ശാസിക്കുന്നില്ല. But in Ephesians, the book of Ephesians, we don't see Paul mentioning any particular correction they need to do. എന്ന് തന്നല്ല, വളരെ ആത്മീയമായ കാര്യങ്ങളാണ് അവർക്ക് എഴുതിയിരിക്കുന്നത്. He says many spiritual things to them. മൊത്തം 6 അധ്യായങ്ങളാണ് ഉള്ളത്. There are total 6 chapters. അതിനെ കൃത്യമായിട്ട് 3 അധ്യായം ഒന്നായിട്ടും അടുത്ത 3 അധ്യായം മറ്റൊന്നായിട്ടുമാണ് പൗലോസ് തിരിച്ച് എഴുതിയിരിക്കുന്നത്. Paul has divided it into 3 chapters, first 3 and then the rest 3. ആദ്യത്തെ 3 അധ്യായങ്ങളില് ദൈവം കർത്താവ് സഭയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് കൃത്യമായിട്ട് ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നു. The first 3 chapters Paul says about what Lord did for the church. അടുത്ത 3 അധ്യായങ്ങൾ 4, 5, 6 അധ്യായങ്ങൾ അതുകൊണ്ട് ദൈവം ചെയ്ത അടിത്തറയിൽ നിന്നുകൊണ്ട് നാം ദൈവത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് പറഞ്ഞിരിക്കുന്നു. Chapter 4, 5, 6 it says about what we need to do for the Lord on the foundation of what God did for us. നമുക്ക് ഇത്ര ഭംഗിയായിട്ടും കൃത്യമായിട്ടും വേണ്ട കാര്യങ്ങൾ പറയാവുന്ന മറ്റൊരു ആ നിലയിലുള്ള ഒരു ലേഖനം നമ്മൾ കാണുന്നില്ല. There is no other letter which is written such which is written very well. അപ്പോ അങ്ങനെ ഉള്ള ഒരു ലേഖനം എഴുതണമെങ്കിൽ ആ ലേഖനം കൈപ്പറ്റുന്നവരുടെ ആത്മീയ അവസ്ഥയെയാണ് അത് കാണിക്കുന്നത്. So it shows that the Ephesian church had a good spiritual condition. അവര് ആരും ആ നിലയില് കൊരിന്തിലുള്ളതുപോലെ ഒരു അധാർമികമായ സ്ത്രീ പുരുഷ ബന്ധത്തിലോ ഒന്നും അകപ്പെട്ടതായിട്ട് പറയുന്നില്ല. They were not living like the Corinthians in an immoral way. അതുപോലെ തന്നെ കൊരിന്തിനെ കുറ്റപ്പെടുത്തി പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരുടെ ഇടയിൽ പകയും പിണക്കവും നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ഞാൻ അറിയുന്നു എന്നൊക്കെ പറയുന്നു. When he writes to Corinthians, he says there is bitterness and hatred among yourself. എന്നാൽ ഇവിടെ എഫേസ്യരോട് ആ നിലയിൽ അവരെ എടുത്തു പറഞ്ഞ് നിങ്ങളുടെ ഇടയിൽ ഇന്ന കുഴപ്പമുണ്ട് എന്ന് പറയുന്നില്ല. Paul doesn't specify any problems in Ephesian churches. എന്നാൽ പിന്നെ നമ്മൾ ഇവിടെ വായിച്ച കാര്യങ്ങളോ? But what would we read here? ആ വായിച്ച കാര്യങ്ങള് എവിടെയും വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാകാവുന്ന ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് അതൊക്കെ ഉണ്ടാകരുത് എന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. This is something which can happen in any church. അത് ഉണ്ടാകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. He is saying that this should not happen in your church. അവിടെ കണ്ടോ, അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചേക്കുന്നത്? What all is written there? അവിടെ പറയുന്നു, പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കരുത്. Don't give devil an opportunity. പിശാചിന് നമ്മൾ ഇടം കൊടുത്താൽ അവൻ എന്ത് ചെയ്യും? If we give space for devil, what he will do? അവന് ആ കാര്യം ആകെ കുഴപ്പത്തിലാക്കും. He will bring more problems there. അതുകൊണ്ട് പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത്. So don't give devil an opportunity, and then he says many things. ഇതിന്റെ ഒരു മറുവശവും പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. He says there's the other side of it, that do not grieve the Holy Spirit. പരിശുദ്ധാത്മാവ് എന്തുകൊണ്ടാണ് ദുഃഖിക്കുന്നത്? Why is Holy Spirit grieving? അതായത് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന പോലെ ഒരു വിശുദ്ധ ജീവിതം ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. If we don't have a holy life like how Holy Spirit expects, then he will grieve. എന്നിട്ട് ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന അല്ലെങ്കിൽ പിശാചിന് ഇടം കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അവിടെ പറയുന്നത്. And there again it says what all are the things will give devil an opportunity. അവിടെ കണ്ടോ, അതിന്റെ 26 Verse 26. 26 കോപിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. It says about being angry. അതുപോലെ തന്നെ മുന്നോട്ട് വരുമ്പോൾ
ഇവിടെ ഇതാ കോപവും അതിന്റെ 31 കയ്പ്, കോപം, ക്രോധം, കുറ്റാരം, ദൂഷണം. In verse 31, it says bitterness, wrath, anger, clamor, and slander. അതിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ വരുമ്പം ക്ഷമിക്കാത്ത മനോഭാവം. The next verse it says about not forgiving others. അപ്പോ സത്യത്തിൽ നമുക്ക് ഇതിൽ നിന്ന് ഊഹിക്കാവുന്നത് ഈ നിലയിലുള്ള കയ്പും കോപവും ക്രോധവും മറ്റുള്ളവരെ കുറിച്ചുള്ള പകയും ക്ഷമിക്കാത്ത മനോഭാവവും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പിശാചിന് എന്താ കിട്ടുക? ഒരിടം കിട്ടുക. If we have anger, bitterness, wrath, clamor, slander, or an attitude of unforgiveness, then we are giving devil an opportunity. അവിടെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുക ചെയ്യും. At that time, the Holy Spirit is grieving. അതുകൊണ്ട് നമ്മള് പിശാചിന് ഇടം കൊടുക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? If we don't want to give devil an opportunity, what we should do? നമ്മൾ കയ്പും ആളുകളെ കുറിച്ചുള്ള ക്രോധവും ആ നിലയിലുള്ള ക്ഷമിക്കാത്ത മനോഭാവവും ഒന്നും ഹൃദയത്തിൽ താലോലിച്ചു കൊണ്ട് നടക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. Then we should not have anger, wrath, or unforgiving attitude towards anybody else. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കാനും എന്ത് വേണം? To not to grieve the Holy Spirit, what we need to do? കയ്പും ക്രോധവും മനസ്സിൽ കൊണ്ട് നടക്കുകയും ക്ഷമിക്കാതെ മറ്റുള്ളവർ ചെയ്ത തെറ്റിനെ ക്ഷമിക്കാതിരിക്കുകയും ഒക്കെ ചെയ്താൽ പരിശുദ്ധാത്മാവും ദുഃഖിക്കും. Don't have anger, wrath, or bitterness against anybody else. ഇതിനേക്കാൾ എല്ലാം ഉപരി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കൊണ്ടു നടക്കുന്ന ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ആളിന് എന്തുണ്ട്? അയാൾക്ക് ഒരിക്കലും സമാധാനമില്ല. And also the person who is having anger in his heart will never have peace. നമ്മൾ അതുകൊണ്ട് എന്ത് ഒഴിവാക്കണമെന്നാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. So what we should put away? നമ്മള് പിശാചിന് ഇടം കൊടുക്കരുത്. We should not give devil an opportunity. ആളുകൾ നമുക്കെതിരെ ചിലത് ചെയ്തു കാണും. People may have done many things against us. നമുക്കെതിരെ വല്ലതുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. They would have told many things about us. പക്ഷെ അതൊക്കെ എന്തോ വേണമെന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത്. What we should do? സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അതെല്ലാം ഒന്ന് വിട്ടേക്കണം. Before the sun set, we should leave it. എന്ന് വെച്ചാൽ അതിന്റെ മേൽ സൂര്യൻ അസ്തമിക്കരുത്. Don't allow the sun to set on it. ഈ സൂര്യൻ അസ്തമിക്കരുത് എന്ന പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്നത് പഴയ നിയമത്തില് ആവർത്തന പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ഭാഗം തോട് ചേർത്താണ്. It's a quotation from the book of Deuteronomy. ആവർത്തന പുസ്തകം 24:15 നോക്കുക. ആവർത്തന പുസ്തകം 24:15. Deuteronomy chapter 24 verse 15. അവിടെ ഇസ്രായേൽ മക്കളോട് പറയുക. There it says to Israelites, ഒരു പാവപ്പെട്ട ഒരു ഇസ്രായേലിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വന്നിരിക്കട്ടെ. if someone of Israelite would have come to for work for you, അവന് പാവപ്പെട്ടവൻ ജോലി ചെയ്ത് വൈകുന്നേരം പോകുമ്പോൾ അവൻ അന്നത്തെ കൂലി കൊടുത്തേക്കണം. when after work when he goes back home, you should pay him for this what he did. അല്ലാതെ അവന് കൂലി പിടിച്ചു വെച്ചേക്കുകയും സൂര്യൻ ആ കൂലിയുടെ മേൽ അസ്തമിക്കാൻ ഇടയാകുകയും ചെയ്യരുത്. You should not keep his wages with you and the sun to set on it. ഒരുത്തന് കൊടുക്കാനുള്ള കൂലി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കൊടുത്തു തീർക്കണമെന്ന് അവിടെ പറഞ്ഞേക്കുന്ന ആ കാര്യം എടുത്താണ് പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. You should give the wages before the sun set. This phrase Paul has quoted in Ephesians. ഇവിടെ അതുമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പോൾ എന്താ നമ്മൾ കൊടുക്കേണ്ട കൂലി? When we think about that, what is the wage we have to give them? അവിടെ നമ്മൾ കാണുന്നത് നമ്മളോട് തെറ്റായിട്ട് ചെയ്ത ഒരാൾക്ക് നമ്മൾ കൊടുക്കേണ്ട വിശ്വാസികൾ കൊടുക്കേണ്ട കൂലി എന്ന് പറയുന്നത് അത് അവർക്ക് ക്ഷമ എന്ന കൂലിയാണ് കൊടുക്കേണ്ടത്. What is the wage which we believers have to give to somebody who has harmed us? That is forgiveness. ആ കൂലി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവന് കൊടുത്തേക്കണം. Before the sun set, give him that wages. സൂര്യൻ അസ്തമിച്ച് ഈ കൂലി കൊടുക്കാതെ ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ എന്ത് വരും? അത് കയ്പും പകയും ക്ഷമിക്കാത്ത മനോഭാവവുമായി നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പിന്തുടരും. If you don't give this wage before the sun set, then it will become anger, wrath in ourselves. അതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ട കൂലി എന്ന് പറയുന്നത് ക്ഷമ എന്നുള്ളതാണ്. So the forgiveness is the wage what we have to give to them. അത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കൊടുത്തേക്കണം. Give it before the sun set. കണ്ടോ എത്ര ഭംഗിയായിട്ടാണ് അത് അവിടെ How പറഞ്ഞിരിക്കുന്നത്. beautifully it is described there. അത് 24 മണിക്കൂറിന് ശേഷം സൂര്യൻ അസ്തമിച്ച ശേഷവും നമ്മൾ കൊണ്ടു നടന്നാൽ അതെന്തായി പോകും? താഴെ പറയുന്ന കയ്പും പകയും ക്രോധവും കുറ്റാരവും ദുർഗുണവും ഒക്കെ ആയി പോകും.
If we continue that anger in our heart, then it become wrath and bitterness, wrath and clamor in ourselves. അതുകൊണ്ട് നമ്മൾ അവന് കൊടുക്കാനുള്ള കൂലി ക്ഷമ കൊടുത്തിരിക്കണം എന്നാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. So we see that we should give them the wages for them, that is the forgiveness. നമ്മൾ അങ്ങനെ ഒരു കൂലി കൊടുത്ത് അവനോട് ക്ഷമിച്ചില്ലെങ്കിൽ പിശാചിന് നമ്മുടെ ജീവിതത്തിൽ ഒരു ഇടം കിട്ടുക. If we don't give that wages to them, then the devil will get an opportunity in our life. പിശാചിന് ഒരു ഇടം കിട്ടിയാൽ അവൻ അത് എത്രയും വഷളാക്കും. Devil gets an opportunity, he will mess it up. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നാട്ടുപുറത്തെ ഒരു കഥ ഇങ്ങനെ വായിക്കാനിടയായി. The day I read a story which happened in a village. അത്ര നല്ല കഥയൊന്നുമല്ല, എന്നാലും ഇതുമായിട്ട് ചേർന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നുകൊണ്ട് ഞാൻ നേരത്തെ ഒരിടത്ത് ഇത് പറഞ്ഞു എന്ന് തോന്നുന്നു. That's not a good story, but it will go along with what we are saying. അതായത് നാട്ടിൻ പുറത്ത് ഒരാൾക്ക് അദ്ദേഹത്തിന് ഒരു നല്ല വീടുണ്ട്. In the village, one person had a good house. അതിനോട് ചേർന്ന് ഒരു 2 ഏക്കർ സ്ഥലവും ഉണ്ട്. He has 2 acres of land also. അപ്പോ അയാൾ പറഞ്ഞു, ഞാൻ ഈ വീടും സ്ഥലവും ഇത്ര രൂപയ്ക്ക് വിൽക്കാൻ പോവുക. He told, I'm going to sell this land and this house for this much amount of money. അപ്പോൾ കേരളത്തിലൊക്കെ ഗൾഫിൽ പോയി പൈസ ഉണ്ടാക്കി വരുന്ന ആളുകളുണ്ട്. In our places, there are people who goes to Middle East and make money and come back. അങ്ങനെ ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ ഗൾഫിൽ പോയി പണിയെടുത്ത് കുറച്ച് പണവുമായിട്ട് ഒരു ആള് നാട്ടിൽ വന്നു. One person has gone to Middle East and he's made enough money and he's come back to our place. അയാളുടെ ആഗ്രഹം തനിക്കൊരു വീടും സ്ഥലവും വാങ്ങണമെന്നാണ്. He want to buy a home and some area, some land. അന്നേരം നോക്കിയപ്പോൾ ഉണ്ട് നാട്ടുപുറത്ത് അദ്ദേഹത്തിന്റെ അടുത്ത ഒരു അയൽക്കാരൻ ഇങ്ങനെ നല്ലൊരു വീടും സ്ഥലവും വിൽക്കാൻ ഇട്ടേക്കും. Then he heard about this neighbor who is selling his house and his land. ചോദിച്ചപ്പം നാട്ടിലുള്ള വിലയേക്കാളും ഇച്ചിരി കുറഞ്ഞ വില. When he asked the price, it is less than what he expected. അതുകൊണ്ട് ഈ ഗൾഫിൽ പോയ ആള് വിചാരിച്ചു, എന്നാ ഇത് തന്നെ വാങ്ങിക്കാം, വില കുറവുണ്ടല്ലോ. So this new person thought, okay, I'll buy this house. അപ്പോ ഇദ്ദേഹം ചെന്ന് ഈ ആളിനോട് നമുക്കിത് കച്ചവടം ചെയ്താലോ, ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. So he went and spoke to that person who is selling the house. അന്നേരവും ആ വീട്ടുകാരൻ താഴ്ന്ന വില മാത്രമേ ചോദിച്ചു. Then also this person was asking for a lesser price. എന്നാൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. But he put one condition. ഈ വീട്ടില് ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് താമസിച്ചിരുന്ന വീടാണ്. This is a house where I have lived for a long time. അത് ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പൈസ വാങ്ങിച്ച് ഞാൻ അങ്ങ് പോവുക. I'll give this house to you and take the money and go. അപ്പോ അതുകൊണ്ട് എനിക്ക് ഈ വീടിനോടൊരു സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. I have a sentimental attachment to this house. ഒരു ഗ്രഹാതുരത്വം, ഒരു നൊസ്റ്റാൾജിയ ഉണ്ട്. I have a nostalgia towards this house. അതുകൊണ്ട് ഞാൻ ഈ വീട്ടില് ഞാൻ ഇത്രയും നാളും ഉപയോഗിച്ചിരുന്ന മുറിയില് എന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു ആണി അടിച്ചു. So I will put a nail. I'll pierce a nail in this room where I was living. ഭിത്തിയേന് ഒരു ആണി അടിക്കാൻ എനിക്കൊരു അവകാശം തരണം. So you should give me an opportunity to put a nail on the wall. ആ ആണി അടിക്കാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് നമ്മുടെ ഈ കരാറിലും എഴുതാം. So in that legal document you have to write that I have a permission to put the nail on the. ഈ ആള് സമ്മതിച്ചു ഒരു ആണി അടിക്കുന്നതിന് തന്നെ. So the person who is buying the house agreed. Okay, you can put a nail on the wall. ഇത്രയും ആദായത്തിൽ ഈ വീട് കിട്ടുമല്ലോ, വീട് സ്ഥലം കിട്ടും. I'm getting this house for a very cheap price. അതുകൊണ്ട് പറഞ്ഞു കേട്ടെ, അതിന് ഒരു കുഴപ്പമില്ല. Okay, that's okay. You can put the nail on the wall. ഇവര് അവസാന കരാർ ഉറപ്പിച്ചു, അത് ഡോക്യുമെന്റ് ഉണ്ടാക്കി. So they made the documents. അപ്പൊ ഇത്ര രൂപയ്ക്ക് ഈ വീട് സ്ഥലം വിൽക്കുന്നു. He is selling this land and this house for this much money. പക്ഷേ ആ വിറ്റ ആളിന് ഇതില് ഒരിടത്ത് അദ്ദേഹത്തിന് ഭിത്തിയിൽ ഒരു ആണി അടിക്കാൻ ഒരു അവകാശം ഉണ്ടായി. But the seller will have permission to put the nail on the wall. ആ ആണിയുടെ അവകാശം ആ ആണി അടിച്ച ആൾക്ക് തന്നെ ആയിരിക്കും. But the guy who put the nail will have the authority of the nail. ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. എന്നാലും സാരമില്ല, ഇത്രയും ആദായത്തിൽ കിട്ടിയതാണല്ലോ എന്ന് വിചാരിച്ചു. Nobody understood why he is asking for this, but since it was cheap price, he was ready to buy. അങ്ങനെ ആ കച്ചവടം നടന്നു. And that the house got sold. ഒരു 3 മാസം കടന്നുപോയി. About 3 months over. ഈ വീട് വിറ്റയാള് ഒരു ദിവസം വരിക. After 3 months, this person who sold the house came back. അദ്ദേഹത്തിന്റെ പക്കല് ഒരു ചത്ത ഒരു പന്നി, അത് ജീർണിച്ച് നാറുന്ന ഒരു പന്നിയുടെ ജഡമുണ്ട്. He has a dead pig here. It was stinking. Just stinking pig. അതിനെ അദ്ദേഹം കയറ് ഇട്ട് കെട്ടി
അത് കൊണ്ടുവന്ന് അദ്ദേഹത്തിന് അവകാശപ്പെട്ട ആണിയേൽ തൂക്കി. So he tied the spik to that nail which he put there in the house. അപ്പൊ ഈ വീട്ടുകാർ പറഞ്ഞു ഇതെന്നെ ഇടപാട്. When the owner of the house told, what is this? അപ്പം മറ്റേ ആള് പറഞ്ഞു നമ്മുടെ കരാർ അനുസരിച്ച് എന്റേതാണ് ഈ ആണി, ആണിയേൽ എന്തും തൂക്കാൻ എനിക്ക് അവകാശമുണ്ട്. As per the legal document, I have permission to put anything what I want on this nail. അപ്പോ ഈ ഈ ആ നിലയില് ചത്ത നാറുന്ന പന്നിയുടെ ജഡം ആണിയെ കെട്ടിയിട്ട് ഇയാള് പോയി. He put that stinging pig on that nail and he went back. മറ്റേ ആളിന് ഈ പന്നിയുടെ നാറ്റം സഹിച്ചുകൊണ്ട് അവിടെ ജീവിക്കാൻ ഒക്കും. That the owner of the house cannot live with the smell. എന്ന് തന്നെയല്ല, ഇന്നിപ്പോ ഇതെങ്ങനെങ്കിലും സഹിച്ചാൽ അടുത്ത ദിവസം ഇയാൾ ഇതിനേക്കാൾ മോശപ്പെട്ട വല്ലതും കൊണ്ടുവന്ന് അവിടെ കെട്ടും. So the owner was thinking, if I live with this, then next day he'll put something more stingy. ചുരുക്കത്തിൽ കഥ പറയുന്നത് ഈ ആളിന് ഒരു ആണി അടിക്കാനുള്ള അവകാശമേ കൊടുത്തുള്ളൂ. But the story says that this person had a permission just to put a nail. പക്ഷേ ആ ആണിയില് ഇദ്ദേഹം ആ വീട്ടിലുള്ളവർക്ക് താമസിക്കാനൊക്കാത്ത മോശപ്പെട്ട സാധനങ്ങൾ കെട്ടിവെച്ച് അവസാനം ഈ വീട്ടുകാരൻ എന്ത് ചെയ്തു? അയാൾ ആ വീട് സ്ഥലം ഉപേക്ഷിച്ചു കൊടുത്തു. So the story says that this person, the owner of the house, have to sell this house because he couldn't live in that house. അങ്ങനെ ഇത് വിറ്റ ആളിന് വീണ്ടും ഈ വീടും സ്ഥലവും കിട്ടി. So the person who sold the house initially bought this house again. പ്രിയപ്പെട്ടവരെ, നമ്മളിത് ഇവിടെ പറഞ്ഞത് പിശാചിന് നമ്മുടെ ജീവിതത്തിൽ ഒരു ആണി അടിക്കാനുള്ള സ്ഥലം പോലും നമ്മൾ കൊടുക്കരുത്. So what I'm saying is we should not give a devil an opportunity to put a nail in our life. ഒരു കൊച്ചു വാക്യം 27ാമത്തെ വാക്യം, പിശാചിന് ഇടം കൊടുക്കരുത്. The verse 27 is a small verse saying do not give opportunity for the devil. ഇടം കൊടുത്താൽ അവൻ കയ്പും ക്രോധവും ദൂഷണവും ക്ഷമിക്കാത്ത മനോഭാവവും എല്ലാം കൊണ്ടുവന്ന് വെച്ച് നമ്മുടെ ജീവിതം ആകെ നാറുന്ന അവസ്ഥയിലാക്കും. If we give him opportunity, then he'll put bitterness, wrath, anger all in our house and it becomes sting. ദൈവമുമ്പാകെയുള്ള നമ്മുടെ ദൈവമനുഷ്യർ എന്നുള്ള ആ സ്ഥാനം നഷ്ടപ്പെടുന്ന വിധം നമ്മളെ മോശക്കാരാക്കി തീർക്കും. Will make us we lose our fellowship with the God. കണ്ടോ? അതുകൊണ്ട് പിശാചിന് നമ്മൾ ഇടം കൊടുക്കരുത്. So we should not give devil an opportunity. പിശാചിന് ഇടം കൊടുക്കുന്നത് എങ്ങനെയാണ്? How can we give devil an opportunity? ക്ഷമിക്കാത്ത മനോഭാവം മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ, We have an unforgiving attitude in our life. നമ്മള് കയ്പ് കൊണ്ട് നടക്കുമ്പോൾ, When we carry around wrath in our life. മറ്റേ ആളിനെ കുറിച്ചുള്ള നീരസങ്ങളും ഈർഷ്യയും കൊണ്ട് നടക്കുമ്പോൾ, When we have bitterness and slander against others. ഇത് ആത്യന്തികമായിട്ട് ഇത് കൊണ്ട് നടന്നാൽ ആർക്കാ ഗുണം? If we don't give away this anger and bitterness in our life, who is going to benefit from it? പഴയ നിയമത്തിലെ ഇയ്യോബിന്റെ പുസ്തകം 5-ാം അധ്യായത്തില് ഇത് സംബന്ധിച്ച് രസകരമായ ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. There's a verse in the book of Job chapter 5. 5-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം നോക്കുക. Job chapter 5 verse 2. അവിടെ നമ്മൾ കാണുന്നത് നീരസം പോഷനെ കൊല്ലുന്നു, ഈർഷ്യ മൂഢനെ ഹിംസിക്കുന്നു. The anger slays the foolish man, the jealousy kills the simple. കണ്ടോ? അവിടെ രണ്ട് കാര്യങ്ങളാ പറഞ്ഞേക്കുന്നത്. The ഒന്ന് നീരസം, മറ്റേത് ഈർഷ്യ. There are two things written. One is anger, other is jealousy. നമ്മൾ പറഞ്ഞതുപോലെ കയ്പും പകയും ഒക്കെ തന്നെയാണ് നീരസം ഉണ്ടാക്കുന്നത്. The bitterness and wrath will bring this jealousy in our life. ഈർഷ്യ ഉണ്ടാക്കുന്നത് ക്ഷമിക്കാത്ത മനോഭാവം. The anger is because we don't forgive others. പക്ഷേ ഈ നീരസം ആരെയാ കൊല്ലുന്നത്? But the jealousy will kill whom? അത് കൊണ്ടു നടക്കുന്ന ആളിനെ തന്നെയാണ് നശിപ്പിക്കുന്നത്. The person who carries around the jealousy. ഈ നിലയില് ഈർഷ്യ ആരെയാ ഹിംസിക്കുന്നത്? The anger will slay whom? അത് കൊണ്ടു നടക്കുന്ന, ഹൃദയത്തിൽ അത് താലോലിച്ചുകൊണ്ട് നടക്കുന്ന ആളിനെ തന്നെയാണ് ആത്യന്തികമായിട്ട് The നശിപ്പിക്കുന്നത്. man who has anger in his heart. നമ്മളോട് തെറ്റ് ചെയ്തു അല്ലെ നമ്മളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞ ആള് ഇതൊന്നും അറിയാതെ സന്തോഷമായിട്ട് ജീവിക്കുക. The person who did wrong to us don't even remember that such things has happened. അതേസമയം അതിന്റെ പേരിൽ മുറിവേറ്റ നമ്മള് അത് തന്നെ ചിന്തിച്ച് നടക്കുമ്പോ ആത്യന്തികമായിട്ട് ആർക്കാണ് പ്രശ്നം വരുന്നത്? But we who got hurt from them, we are thinking about it, but who will be hurt more? ഞാൻ ഈയിടെ ഒരു ക്രിസ്ത്യൻ സൈക്യാട്രിസ്റ്റ്, നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. The day I heard about a brother who speaks about, he was a Christian psychiatrist. നമ്മുടെ തന്നെ ഒരു സഹോദരനാണ്, നമ്മുടെ സഭയിലുള്ള ഒരു സഹോദരൻ. He's a brother who comes to our church. അപ്പൊ അദ്ദേഹം പറയുക, നമ്മള്
ആരോടെങ്കിലും കയ്പോ പകയോ ഈർഷ്യയോ നീരസോ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം ചില നെഗറ്റീവ് ഹോർമോൺസ് നമ്മളിൽ ഉണ്ടാക്കും. we have anger or jealousy against anybody else, then our body only generates some negative hormones. ഈ നെഗറ്റീവ് ഹോർമോൺസ് ഉണ്ടായാൽ അത് ആരെയാ ബാധിക്കുക? ആർക്കാണ് കുഴപ്പം? If this negative hormones come, who will be affected? അത് നമ്മളെ തന്നെ, നമ്മുടെ ആരോഗ്യത്തെ തന്നെ ആത്യന്തികമായിട്ട് ബാധിക്കുന്നു. It will affect our own health. ഈ ഈർഷ്യയും നീരസവും ഒരാഴ്ച, രണ്ടാഴ്ച, ഒരു മാസം, ഒരു വർഷം കൊണ്ട് നടന്നാൽ ഈ ആളിന്റെ സ്ഥിതി എന്താകും? If we continue to keep the anger in our heart for 1 day, 1 month or 1 year, what will happen to this person? നമ്മള് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള ഈർഷ്യയും നീരസവും വിട്ടുകളയുന്നത് നമ്മുടെ നന്മയ്ക്ക്. We have to give away the anger against others for our own good. ഞാൻ പറഞ്ഞത് വ്യക്തമായോ പ്രിയപ്പെട്ടവരെ? I hope what I told is clear to you. അതുകൊണ്ട് ഇവിടെ കണ്ടോ, ഇയ്യോബ് ഇതൊന്നും അറിയാതെ പറയുക, ഈർഷ്യ അത് കൊണ്ടു നടക്കുന്നവനെ ഹിംസിക്കും. So Job is saying here that the anger will slay the foolish. നീരസം അത് ആര് കൊണ്ടു നടക്കുന്നോ അവനെ കൊല്ലും. The jealousy will kill the simple. നമുക്ക് നീരസം ഉണ്ടാക്കിയ ആളും നമുക്ക് ഈർഷ്യ ഉണ്ടാക്കിയ ആളും ഇതൊന്നും അറിയാതെ സുഖമായിട്ട് ജീവിക്കുക. Person who hurt us is living peacefully. അതുകൊണ്ട് നമ്മളെ തന്നെ, നമ്മുടെ തന്നെ ആരോഗ്യവും നമ്മുടെ തന്നെ നന്മയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ആ കോപം വിട്ടുകളഞ്ഞ് അവരോട് ക്ഷമിക്കുക. If we are desiring good for ourselves, then we should give away this anger before the sunset. അത് അവർക്ക് വേണ്ടിയല്ല, നമ്മുടെ തന്നെ നന്മയ്ക്ക് വേണ്ടി. It's not for them but for us. കണ്ടോ, ദൈവജനം പറയുന്ന കാര്യങ്ങൾ എത്ര വ്യക്തമാണ്. See how practical the God's word is. എന്നാൽ അങ്ങനെ വിട്ടുകളയാതെ ഇരുന്നാൽ എന്ത് സംഭവിക്കും? പിശാചിന് ഇടം കിട്ടും. If we don't leave it, then devil will get an opportunity in our life. പിശാചിന് ഇടം കിട്ടിയാൽ അവൻ അവിടെ നാറുന്ന പലതും കൊണ്ടുവന്ന് കെട്ടിവെക്കും. If devil gets an opportunity, he will come and tie up some stingy things in there. ക്ഷമിക്കാത്ത മനോഭാവം, കയ്പ്, പക, വിഷമങ്ങള്, ദുർഗുണം ഒക്കെ കൊണ്ടുവന്ന് He കെട്ടിവെക്കും. will bring bitter wrath and all in there. ആത്യന്തികമായിട്ട് ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ സാക്ഷ്യവും നഷ്ടപ്പെടും, ദൈവവുമായുള്ള നമ്മുടെ പ്രാഗൽഭ്യവും നഷ്ടപ്പെടും. We lose our testimony and our fellowship with the Lord. പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയും ചെയ്യും. The Holy Spirit will grieve also. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളെന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം മറ്റുള്ളവർക്ക് എത്രയും വേഗം മാപ്പ് കൊടുക്കുക എന്നാണ്. So the best thing what we can do is to give forgiveness to others. ചിലര് പറയും, അവര് വന്ന് മാപ്പ് എന്നോട് ക്ഷമ ചോദിക്കട്ടെ, എന്നാലും ഞാൻ കൊടുക്കാം. Some people will say, let them come and ask forgiveness, then I will give them. ചിലര് 10 കൊല്ലം 15 കൊല്ലം മുമ്പ് ഒരാൾ പറഞ്ഞ വാക്ക് ഇപ്പോഴും അവരുടെ മനസ്സിലിരിക്കുക. For some people, they are thinking about something others told 10 or 15 years before. അവര് വന്ന് എന്നോട് ക്ഷമ ചോദിക്കട്ടെ, ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കുക. Let them come and ask forgiveness, then I will forgive them. സഹോദരൻ, അങ്ങനെ വിട്ടുകൊടുക്കാതിരുന്നാൽ ആർക്കാ കുഴപ്പം? അവർക്കല്ല, നിങ്ങൾക്കാ കുഴപ്പം. Dear brother, if you don't leave it, then who is affected? They are not affected, it's you who are affected. അതുകൊണ്ട് ഇവിടെ ഇതാ ദൈവവചനം പറയുന്നു, നിങ്ങളുടെ ആ കോപത്തിന്റെ മേൽ സൂര്യൻ അസ്തമിക്കരുത്. So the God's word is saying, do not let the sun set on your anger. ഓഹോ, എത്ര പ്രായോഗികമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. How practical it is. അതുകൊണ്ട് എത്രയും വേഗം ക്ഷമിക്കുക. So let's forgive them immediately. തീർച്ചയായിട്ടും നമുക്കെതിരെ ആവശ്യമില്ലാത്ത ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ നമുക്ക് കോപം ഉണ്ടാകാം. When somebody says something bad about us, then we may get angry. പക്ഷെ ആ കോപം ഉണ്ടായെങ്കിലും നമ്മൾ എന്ത് വേണം? 24 മണിക്കൂറിനകം അത് ഹൃദയത്തിൽ നിന്ന് വിട്ടുകളഞ്ഞ് ആ ആളിന് നമ്മൾ ഉള്ളിൽ നിന്നും മാപ്പ് കൊടുത്തേക്കണം. We have to forgive that person before the sun sets. അത് ആ ആളിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി. It's not for that person but for us. നമ്മള് ഈ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്നാണല്ലോ നമ്മളിപ്പോ ഒരു ഭാഗം വായിച്ചത്. നമുക്ക് ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ 36-ാമത്തെ അധ്യായത്തിൽ നിന്ന് ഒരു രസകരമായ ഇതുപോലെ ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. Let's read another verse from Job chapter 36. ഇയ്യോബിന്റെ പുസ്തകം 36-ന്റെ 18-ാമത്തെ വാക്യം, verse 18. അവിടെ വായിക്കുന്നത്, കോപം നിന്നെ പരിഹാസത്തിനായി വശീകരിക്കരുത്. Beware that wrath does not entice you to scoffing. ഇതെന്താ അർത്ഥം പറഞ്ഞ് മനസ്സിലായോ? Did you understand what is written here? നമ്മളെ ഒരാൾ കോപിപ്പിച്ചു, Somebody made us angry. നമുക്കെതിരെ മോശമായിട്ടൊരു കാര്യം പറഞ്ഞു, They told something bad about us. നമുക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. We are not able to forgive them. അയാളോട് തട്ടിക്കേറി നമ്മൾ തിരിച്ചു പറയാൻ
നമ്മളെ കൊണ്ട് അത്രയും പറ്റുന്നില്ല എന്നിരിക്കട്ടെ. We are not able to argue with him. എന്നാൽ ആ ആളിനോടുള്ള നമ്മുടെ ബന്ധം ആ നിലയിൽ മോശമാകുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? When a relationship with that person becomes bad, what will we do? അയാളോട് അതേ നാണയത്തിൽ അതേപോലെ തന്നെ ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ നമ്മളെ കൊണ്ട് ഒക്കുന്നുമില്ലെങ്കിൽ And നമ്മൾ എന്ത് ചെയ്യും? we are not able to reciprocate like how he did. മനുഷ്യന്റെ ഒരു പ്രത്യേകത ഇവിടെ പറയുക, There it says about this person. അവന് അത് പരിഹാസമായിട്ട് അതിനെ മാറ്റും. He'll make it as scoffing. അതായത് നമ്മൾ കണ്ടിട്ടില്ലേ ചില സഹോദരന്മാരെ കുറിച്ച് ചില പരിഹാസങ്ങൾ പറയുന്നു. We see some people saying something like they scoff against other people. പരിഹാസം പരിഹാസമായ കാര്യങ്ങൾ പറയുമ്പോൾ സത്യത്തിൽ അതിന്റെ പിന്നിലുള്ളത് എന്താ? ഈ ക്ഷമിക്കാത്ത മനോഭാവം തന്നെ വേഷം മാറി വന്നതാണ്. Make fun. Yeah, when we see that some people make fun of others because they have the anger inside of them. ഈ അവരോടുള്ള ആ കോപം വേഷം മാറി വന്നതാണ് ഈ പരിഹാസം. The anger which is inside has come in a different dress, like for this ഇവിടെ scoff. ഇവിടെ 36:18 ആ കാര്യമാണ് പറയുന്നത്. That is what is written in this verse 36:18. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഹൃദയത്തില് ആളുകളോട് കയ്പും പകയും ഉണ്ടോ എന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം കൂടായിരുന്നു. This is another way to see whether we have anger against anybody else. നമ്മൾ ആരെയാ കളിയാക്കുന്നത്? Whom are we making fun of? സത്യത്തിൽ അത് അന്വേഷിച്ചു പോയാൽ അയാളെ നമ്മൾ കളിയാക്കിയതിന് ഒരു കാരണം നമ്മൾക്ക് എതിരെ അയാൾ ഏതാണ്ട് 10 കൊല്ലം മുമ്പ് പറഞ്ഞു. ആ കോപമാണ് ഇപ്പോ ഈ പരിഹാസമായിട്ട് നമ്മളിൽ നിന്ന്. We start analyzing that, then we see that 10 years before he had made some comments about us, so we are having that anger against him. ആ കോപം ഇപ്പോഴ് പരിഹാസമായിട്ട് പ്രത്യക്ഷമാണ്. And that anger has come us making fun of him. നമുക്ക് അപ്പോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ആളുകളോട് കോപമോ കയ്പോ ഉണ്ടോ എന്നറിയാം. Like this we can know whether we have anger against others. ഈ കോപവും കയ്പും ഉണ്ടെങ്കിൽ എന്ത് വേണം? If we have this anger against others, what should we do? അത് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചിരുന്നാൽ അത് ഈർഷ്യയും നീരസവുമായി നമ്മളെ തന്നെ നശിപ്പിക്കും. We keep thinking about it, then it'll become like a wrath in ourselves. പിശാചിന് ഇടം കൊടുക്കും. And it'll give opportunity for the devil. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കും. And it will grieve the Holy Spirit. അതുകൊണ്ട് എന്ത് വേണം? എത്രയും വേഗം നമുക്കിത് ഒഴിവാക്കണം. So we should get this away immediately. ആട്ടെ, എങ്ങനെ ഇത് ഒഴിവാക്കാനൊക്കും? How can we avoid this? എങ്ങനെ ഈ കയ്പിനെ മാറ്റിക്കളയാനൊക്കും? How can we remove this wrath in us? എങ്ങനെ ഈ ക്ഷമിക്കാത്ത മനോഭാവത്തെ വിട്ടുകളഞ്ഞ് ഹൃദയത്തിൽ നിന്ന് ഈ ആളിന് ക്ഷമ കൊടുക്കാൻ കഴിയും? How can we forgive others? പ്രിയപ്പെട്ടവരെ, നമ്മൾ പല ഭാഗങ്ങൾ വായിച്ചാൽ ഈ നിലയില് ചെയ്യുന്ന ആ കാര്യങ്ങളുടെ പിന്നിൽ പിശാചിന് അവനൊരു ലക്ഷ്യമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. Devil has an agenda behind this. നമുക്കൊരു വാക്യം പിശാചിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യം കൂടെ നോക്കാം. 2 കൊരിന്ത്യർ 2:11. Let's read a verse from 2 Corinthians chapter 2. അതിന്റെ 11ാമത്തെ വാക്യം. 2:11. അവിടെ ഇതാ പറയുന്നു, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. There says that no advantage would be taken of us by Satan, for we are not ignorant of his schemes. ആ സാത്താന്റെ തന്ത്രങ്ങൾ എന്താണെന്ന് നമ്മൾ അതിന്റെ തൊട്ട് മുകളിലുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. The previous verse says what is the devil's schemes. അതിന്റെ 10ാമത്തെ വാക്യത്തില് എന്താ നമ്മൾ കാണുന്നത്? What we read in verse 10. അവിടെ ക്ഷമിക്കാത്തതും ക്ഷമിക്കേണ്ടതും ക്ഷമയുടെ ആവശ്യത്തെ കുറിച്ചാണ് പറയുന്നത്. There it says about forgiveness. നോക്കുക, ക്ഷമിക്കുക എന്ന് 4 വട്ടം അവിടെ പറയുന്നുണ്ട്. There we see the 4 times written forgive. അങ്ങനെ ക്ഷമിച്ചില്ലെങ്കിൽ എന്തോ പറ്റും? If we don't forgive, what will happen? സാത്താൻ നമ്മെ തോൽപ്പിക്കും. Satan will take advantage of us. അപ്പോൾ ഈ വാക്യങ്ങളെ രണ്ടിനെയും കൂടെ ചേർത്ത് ചിന്തിച്ചാൽ സാത്താൻ നമ്മെ തോൽപ്പിക്കാതിരിക്കാൻ നമ്മൾ എന്തുവാ ബുദ്ധിയായിട്ട് ചെയ്യാവുന്നത്? If we connect these 2 verses and think, then what should we do so that Satan won't take advantage of us? നമുക്കതങ്ങ് ക്ഷമിച്ചു കൊടുത്തേക്കുക, നമ്മൾക്ക് നല്ലത്. We should forgive others. അല്ലെങ്കിൽ സാത്താൻ ഒരു ആണി അടിക്കാവുന്നിടത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവനാവൻ. So if we don't do that, Satan will come and put a nail and make it mess it up.
അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ ഇങ്ങനെ മറ്റുള്ളവർക്ക് ക്ഷമിച്ചു കൊടുക്കാൻ കഴിയും എന്ന കാര്യം ചിന്തിക്കുന്നത്. That's why we are thinking why we should forgive others. നമ്മൾ ചിലപ്പോ സഭയിലുള്ള സഹോദരന്മാര് ചില പ്രശ്നങ്ങളൊക്കെ പറയും. Sometimes the brothers in the church will tell some problems. നമ്മൾ പറയും ബ്രദറെ അതങ്ങ് വിട്ടുകളഞ്ഞാൽ മതിയല്ലോ, ക്ഷമിച്ചാൽ മതിയല്ലോ എന്ന് പറയും. We'll tell our brother just forgive that. അപ്പൊ അവര് പറയും ബ്രദറിന് അങ്ങനെയൊക്കെ പറയാം, എന്നോടാ അവര് പറഞ്ഞത്. They will tell me that brother you can tell like that but they told to me like that. എന്ന് വെച്ചാൽ അവര് അന്ന് വാക്കുകൊണ്ട് മുറിപ്പെടുത്തിയത് ഇപ്പോഴും ആ മുറിവിൽ നിന്ന് രക്തം കിനിഞ്ഞുകൊണ്ടിരിക്കുക. That means he is still hurt and the blood dripping from that. അവർക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. They are not able to forgive them. അവർക്ക് ആഗ്രഹമുണ്ട്. They have a desire to forgive. പ്രിയപ്പെട്ടവരെ, ഈ കാര്യത്തിൽ നമുക്ക് എങ്ങനെയാണ് ക്ഷമിക്കാനായിട്ട് കഴിയുന്നത്? Dear ones, how can we forgive others? നമ്മള് കർത്താവായ യേശു ക്രിസ്തുവിനെ ഏത് കാര്യത്തിലും നോക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം. The answer is we have to look unto Jesus. യേശുവിനോട് ആളുകൾ വളരെ മോശമായിട്ട് പെരുമാറി. People behaved very badly towards Jesus. യേശു അന്നേരം എന്ത് ചെയ്തു? 24 മണിക്കൂറിനകം അവർക്ക് മാപ്പ് കൊടുത്തു. What did Jesus did? He forgave them. ഉദാഹരണത്തിന് ക്രൂശിലെ യേശുവിന്റെ ഒരു മൊഴി നമുക്കറിയാമല്ലോ. For example, we can see what Jesus did on the cross. ക്രൂശി കിടക്കുമ്പോൾ യേശു തന്നെ ക്രൂശിച്ച ആളുകളെ നോക്കിയിട്ട് പറഞ്ഞു, പിതാവേ ഇവരോട് ക്ഷമിക്കണേ. Jesus was on the cross and looking down on the people who crucified him and said, God forgive them. ലൂക്കോസിന്റെ സുവിശേഷം 23-ന്റെ 34-ാം വാക്യത്തിലാണ് നമ്മൾ അത് കാണുന്നത്. Luke chapter 23 34 verse 34. അവിടെ കാണുന്നു, പിതാവേ ഇവരോട് ക്ഷമിക്കണേ. There we see Father forgive them. കണ്ടോ, അവര് ഒരു കാര്യവുമില്ലാതെ നിർദോഷിയായ യേശുവിനെ ക്രൂശിച്ചു. We see that people crucified Jesus without any reason. എന്നിട്ട് താഴെ നിന്ന്, ഈ ക്രൂശിന് താഴെ നിന്ന് പിന്നെയും യേശുവിനെ കളിയാക്കുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. And they are standing there and mocking Jesus. അവന് പിന്നെയും ഉപദ്രവിക്കുകയും ഒക്കെ തന്നെയാണ് അവർ ചെയ്യുന്നത്. And they are persecuting Jesus. ഒരു തെറ്റും ചെയ്യാതെ ക്രൂശിക്കപ്പെട്ട് ക്രൂശിൽ കിടക്കുന്ന ആളിന് ഈ താഴെ തന്നെ ഉപദ്രവിച്ചവരെ നോക്കി എങ്ങനെയാ ക്ഷമിക്കാൻ കഴിയും? Jesus who didn't do any or commit any sin, how can he forgive the people who are standing down? കണ്ടോ, കർത്താവ് അന്നേരം തന്നെ കയ്യോടെ തന്നെ അവരോട് ക്ഷമിച്ചു. Jesus immediately forgave them. കാര്യം കർത്താവിനറിയാം, അത് ഹൃദയത്തിൽ കൊണ്ടു നടന്നാല് അത് പിന്നീട് ഒരുപക്ഷെ ഇതുപോലെ കൈപ്പായി പോകുമോ എന്നുള്ളത് കൊണ്ടാണോ എന്താണോ കർത്താവ് ഉടനെ തന്നെ അവരുടെ കൂലി കൊടുത്തു അവരോട് ക്ഷമിച്ചു. Jesus knew if we don't forgive them, this will become a wrath, so he forgave them immediately. എന്നാൽ ലൂക്കോസ് 23-ന്റെ 34 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു സൂചന കിട്ടുന്നുണ്ട്. When we read Luke chapter 23 verse 34, we get a hint there. അവിടെ പിതാവേ ഇവരോട് ക്ഷമിക്കണേ എന്ന് പറയുമ്പോൾ എന്താ ക്ഷമിക്കാനുള്ള ഒരു കാരണമായിട്ട് അവിടെ പറയുന്നു. When Jesus said, Father forgive them, what is the reason he's giving? അവിടെ പറയുന്നു, പിതാവേ ഇവര് എന്തുവാ ചെയ്യുന്നതെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണം. They do not know what they are doing. നമ്മൾ വിചാരിക്കുന്നു, എടാ കർത്താവ് എന്താ അങ്ങനെ പറഞ്ഞു? Why did Jesus say like that? ഇവർക്ക് അറിഞ്ഞുകൂടായോ ഇതെന്തോ അവർ ചെയ്യുന്നത്? Doesn't these people know what they're doing? ഒരു 33 വയസ്സുള്ള ഒരു ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനെ പീഡിപ്പിച്ച് പരിഹസിച്ച് ക്രൂശിച്ച് കൊല്ലുമ്പോൾ അവരറിയാതെ ചെയ്തതാണ്. They mocked the 33-year-old person and then crucified. Didn't know that? അവരറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലേ? They knew it, what they're doing. നമ്മളെയും പരിഹസിക്കുകയും നമ്മളെയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ നോക്കുമ്പോൾ അവര് മനഃപൂർവ്വം നമുക്കെതിരെ പറഞ്ഞ പോലെ നമുക്ക് തോന്നുന്നു. When we look at the people who hurt us, we know that they did it purposefully. പക്ഷെ യേശു എന്തിനാണ് ഇവരെ അറിയാതെ ചെയ്തു എന്നൊരു കൺസെഷൻ കൊടുക്കുന്നത്? Why did Jesus say that they didn't know? അത് വെറുതെ പറഞ്ഞതാണോ? ഒരു കള്ളം പറഞ്ഞതാണോ? Did he say a lie there? അല്ല, കർത്താവ് കള്ളം പറയുകയില്ല, നമുക്കറിയാം. No, Jesus won't tell lie. സത്യത്തിൽ കർത്താവിനെ ക്രൂശിച്ചവര് അവരെന്താ ചെയ്തതെന്ന് അവര് വേണ്ടതുപോലെ തിരിച്ചറിയാതെ ചെയ്തതാണ്. These people didn't know really what they are doing. എന്ന് വെച്ചാൽ അവരറിയ എന്ന് പറയുമ്പോൾ ഈ കർത്താവിനെ ദൈവപുത്രനെ ക്രൂശിക്കുമ്പോൾ അത് തങ്ങളുടെ നിത്യതയ്ക്കുണ്ടാക്കുന്ന നാശത്തെ കുറിച്ച് അവർക്ക് അറിയാമായിരുന്നെങ്കിൽ അവരിങ്ങനെ ചെയ്യുന്നു. Those people didn't know what they are doing. They were crucifying the Son of God, and that will affect their eternity. ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിനെ പിന്തുടർന്ന് ഒത്തിരി കാര്യങ്ങളുണ്ട്. If something happened, there will be connected things which will happen again.
നമുക്കെതിരെ കുറ്റം പറഞ്ഞ അല്ലെ നമുക്കെതിരെ മോശമായിട്ട് ആളുകളോട് പറഞ്ഞ ആളും ഒരു പക്ഷേ അത് നമ്മുടെ കുടുംബത്തിനുണ്ടാക്കുന്ന ഈ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, വേണ്ടതുപോലെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾ അങ്ങനെ പറയുമായിരുന്നില്ല എന്നൊരു കൺസെഷൻ നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. The person who hurt us may not have known that it will affect us like this and when our family will be affected. If we think like that, we can give a concession to them. അല്ലെങ്കിൽ അത് നമുക്കെതിരെ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി നടക്കുന്നത് പറഞ്ഞ ആളുടെ നിത്യതയ്ക്ക് എന്തെല്ലാം കുഴപ്പം ഉണ്ടാക്കുമെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ അയാള് അങ്ങനെ ചെയ്യാൻ The ധൈര്യപ്പെടുമായിരുന്നു. person who is hurting us, if you would recognize that it would affect his eternity also, you wouldn't have done this. അപ്പൊ അറിയാതെ ചെയ്തതാണെന്നുള്ള കൺസെഷൻ സത്യത്തിൽ നമുക്ക് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം. We can give them the concession that they did know what they are really doing. ഞാൻ പറഞ്ഞത് വ്യക്തമായി എന്ന് ഞാൻ കരുതട്ടെ. Let me think that you understood what I'm saying. പ്രിയപ്പെട്ടവരെ, നമുക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയ ആളുകൾ, The people who said bad things about us, അങ്ങനെയുള്ളവര് നിത്യതയിൽ ചെല്ലുമ്പോൾ അതിനുള്ള ശിക്ഷ അനുഭവിക്കാതിരിക്കുന്നു. will they not get the reward for what they did in eternity? പക്ഷെ അതിനെക്കുറിച്ച് അവരെന്താണ്? അജ്ഞരാണ്, അവരറിയുന്നില്ല. But they are not aware of what is going to happen in eternity. അറിയാതെ ചെയ്തതിനോട് നമ്മൾ എന്തിനാ ദേഷ്യപ്പെടുന്നു? Why we are angry with them for they didn't know what they're doing. ഓ, അവര് അറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് തന്നെ അവരുടെ നിത്യതയെ തന്നെ നശിപ്പിക്കുന്ന ഈ കാര്യം അവർ ചെയ്യുമായിരുന്നില്ല. If they knew the end of the thing, then they wouldn't have done this. അതുകൊണ്ട് ഇവരറിയാതെ ചെയ്തതാണ് എന്ന കൺസെഷൻ നമുക്ക് അവർക്ക് കൊടുക്കരുത്. So can't we give them the concession that they didn't know what they're really doing? അങ്ങനെ അവരെ നോക്കുമ്പം പാവങ്ങൾ അവരറിയാതെ ചെയ്തതാണ്, സാധുക്കള് എന്ന് നമുക്ക് അവരോട് വിഷമമല്ല, അവരോട് സഹതാപം തോന്നും. When we look at like that, then we see that poor person, he didn't know what he was really doing. ഞാൻ ഇത് വ്യക്തമാകാൻ വേണ്ടി ഞാനൊരു കഥ പറയാം. Let me tell one story to explain this. അതായത് ഒരാള് അദ്ദേഹത്തിന്റെ ഒരു തോട്ടം അദ്ദേഹത്തിന്റെ വീടിനടുത്തുണ്ട്. One person had a farm near his house. ആ തോട്ടത്തിലെ മുന്തിരിച്ചെടികൾ നട്ടു വളർത്തുകയാണ്. He is growing grapes there. ആ മുന്തിരിച്ചെടികൾ നട്ടു വളർത്തുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് ഈ മുന്തിരിച്ചെടികളെ ശുശ്രൂഷിച്ച് വളർത്തുന്നത്. Yeah, he is taking care of this grapes very well. അപ്പോ ഒരു ദിവസം ഇദ്ദേഹം നോക്കിയപ്പോ, അദ്ദേഹം വീടിന്റെ അകത്ത് നിന്ന് ജനലിൽ കൂടെ നോക്കിയപ്പോ തന്റെ മുന്തിരിത്തോട്ടത്തില് ഇതാ ഒരാള് കേറി ആ മുന്തിരിച്ചെടികളെ മുഴുവൻ ചവിട്ടി മെതിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. One day you see that a person has got into his farm and then he's stamping over all these grapes. ഈ മുന്തിരിച്ചെടികളെ ഇങ്ങനെ ചവിട്ടി മെതിച്ച് ഇല്ലാതാക്കുന്നത് എന്തിനാ? Why he is doing all this? എന്തോ ഒരു കാര്യമായി ഇവൻ ചെയ്യുന്നത്. Why this person is doing like that? ഈ ആളിന്റെ മനസ്സിൽ ഒത്തിരി ദേഷ്യം വരിക. He is getting angry towards that person. ഇവന് എന്റെ തോട്ടത്തിൽ എന്തിന് കടന്നു? Why did he get into my farm? എന്റെ തോട്ടത്തിൽ കടന്നത് കൂടാതെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചെടികളെ എല്ലാം ചവിട്ടി മെതിച്ച് നടക്കുന്നത് എന്തിനാ? Why he is stamping over all these vines? ഈ ആള് ദേഷ്യപ്പെട്ട് ഇവനെ എങ്ങനെങ്കിലും തോട്ടത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കാൻ വേണ്ടി ദേഷ്യപ്പെട്ട് ആ തോട്ടത്തിലോട്ട് ഓടിച്ചു. So this owner got angry and he is running towards that person in the farm. ഓടിച്ചെന്ന് ഈ തോട്ടത്തിൽ മുന്തിരിച്ചെടികളെ ചവിട്ടി മെതിക്കുന്ന ആളിനെ ചെന്ന് കയറി പിടിച്ചു. He went and got hold of this person who is stamping over his grapes. പിടിച്ച് അവനെ നോക്കിയപ്പോഴാ മനസ്സിലായത്. Then he understood that. ഈ ആള് രണ്ട് കണ്ണും കാണാത്ത ഒരു അന്ധനാണ്. He understood that this person was a blind person. അവൻ ഈ തോട്ടത്തിന്റെ സൈഡിൽ കൂടെയുള്ള ചെറിയ വഴിയെ നടന്നു വരികയായിരുന്നു. He was walking through the road which is next to this farm. അവന് കണ്ണ് കാണാത്തോണ്ട് ആകെ ഒരു വടിയുടെ സഹായത്തോടെ ഇങ്ങനെ നടന്നു വരുമ്പോ, Since he is not able to see, he is using a stick to walk. അവൻ വഴി തെറ്റി ഈ തോട്ടത്തിന്റെ അകത്തോട്ട് കയറാനിടയായി. By mistake, he got into this farm. അവന് യഥാർത്ഥ വഴി കണ്ടുപിടിക്കണം. He want to find the correct road. കണ്ടുപിടിക്കാൻ വേണ്ടി ഇവന് തോട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. So he's trying to find the road in the farm. അവന് സത്യത്തിൽ ചെടികളെ ചവിട്ടി മെതിക്കാനായിട്ടല്ല ഇതിന്റെ അകത്ത് കയറിയത്. He didn't want to stamp these plants. അവന് വഴി തെറ്റി ഇതിന്റെ അകത്ത് കയറിയതാണ്. By mistake, he got into this farm. ഇവിടെ നിന്ന് എങ്ങനെങ്കിലും എത്രയും വേഗം പുറത്തു കിടക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഇവൻ ഈ ചെടികളെ ചവിട്ടിയത്. He's trying to find the correct road and then get out of this farm. അപ്പൊ ഈ ഉടമസ്ഥൻ ഇത് കണ്ടപ്പോ സത്യത്തിൽ അദ്ദേഹത്തിന്റെ കോപം മാറി. When the owner saw that, he lost his anger. ഇവനോട് സഹതാപം വന്നു. He felt pity on him. അയ്യോ പാവം, എന്റെ സാധു ഇവന്
കണ്ണ് കാണാത്തോണ്ടാണല്ലോ ഇവിടെ കയറി. He is blind, that's why he got into this form. ഇവന് ഇവിടുന്ന് എങ്ങനെങ്കിലും തിരിച്ചു പോകാനുള്ള പത്രപ്പാടിലാണല്ലോ ഇങ്ങനൊക്കെ ചെയ്തത്. Yeah, he want to find the right road, so he's doing all this. ഉടനെ തന്നെ ആ സ്ഥലത്തിന്റെ ഉടമ ഈ അന്ധനെ കൂട്ടിക്കൊണ്ട് സുഹൃത്തെ പേടിക്കണ്ട എന്ന് പറഞ്ഞ് അവനെ കൊണ്ടുവന്ന് യഥാർത്ഥ വഴിയിൽ കൊണ്ടുവന്നാക്കി അവനെ പറഞ്ഞു വിട്ടു. Then the owner took him to the right road and then left him there. നമ്മള് പ്രിയപ്പെട്ടവരെ പലതിന്റെയും പിന്നിലുള്ള കാര്യം കണ്ടാൽ അവര് വേണ്ടതുപോലെ ഈ കാര്യം മനസ്സിലാക്കാതാണ് ഇതിനെ ചവിട്ടി മെതിച്ചതെന്ന് നമ്മൾ കണ്ടെത്തിയാൽ നമുക്ക് അവരോട് സഹതാപം. When we understand these people did it without understanding completely, then we feel pity on them. ഞാൻ ബസ്സിൽ പോയ ഒരു കഥ I told a story when I went in a bus earlier. മറ്റൊരു കഥ ഇവിടെ ഇതുമായിട്ട് ചേർത്ത് പറഞ്ഞോട്ടെ. Let me tell one more story about that. ബസ്സിൽ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അടുത്തിരിക്കും. When I was in the bus, there's another person sitting next to me, a young person. നമ്മളെക്കാളും ചെറുപ്പം. He's younger than me. വണ്ടി ഇച്ചിരി പോയപ്പോ അവൻ പതുക്കെ ഇരുന്നുറങ്ങാൻ തുടങ്ങി. When the bus started moving, he started sleeping. ഇരുന്നുറങ്ങാൻ തുടങ്ങിയെന്ന് മാത്രമല്ല പതുക്കെ തല നമ്മുടെ തോളത്തോട്ട് ചായിച്ച് ഇരിക്കുന്നു. After some time, he put his head on my shoulder and sleeping. എന്നിട്ട് വണ്ടി മൂവ് ചെയ്യുമ്പോൾ ഈ തല നമ്മുടെ നെഞ്ചത്ത് കിടന്ന് ഉരുളുക. After some time, his head is on our shoulders. അപ്പൊ നമ്മുടെ മനസ്സിൽ ഓരോ ചിന്തകൾ വരിക. Then some thoughts are coming into my mind. ചെറുപ്പക്കാരനൊരു He's a young person. ഞാൻ ആ പ്രായമുള്ള ആള്. I am the older person here. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങുന്നു എന്ന് മാത്രമല്ല, This young person is sleeping in the bus. അവന്റെ തല എന്റെ നെഞ്ചത്താ കൊണ്ടുവച്ചത്. He's put his head on my shoulders. അങ്ങനെ ചെയ്യാമോ? Can he do like that? എനിക്ക് എന്റെ ഇൻഡിപെൻഡൻസ് ഇല്ലേ? So I should have my own freedom. അവന് ഉറങ്ങണമെങ്കിൽ അവന് തന്നെ ഇരുന്ന് ഉറങ്ങണം, അല്ലാതെ എന്റെ നെഞ്ചത്തല്ല അവൻ തല കൊണ്ടുവെക്കണം. If you want to sleep, you have to sleep. You should not put his head on my shoulder. ഇവനെ ഇപ്പൊ വിളിച്ചെണ്ണയിപ്പിച്ച് ഇവന് 4 വർത്തമാനം ഇവനോട് പറയണം. Let me wake him up and tell something to him. അപ്പോൾ നമ്മള് പതുക്കെ ഈ ചെറുപ്പക്കാരനെ വിളിക്കും. Then we have started to wake him up. ഉണർന്നപ്പോഴായി ഇവന് മനസ്സിലായത് ഇവന്റെ തല നമ്മുടെ നെഞ്ചത്തായിരിക്കുന്നു. When he got up, only he understood that his head is on my shoulder. അവൻ ഉടനെ പറയുക, He is saying like, അതെ, എന്റെ അമ്മ 3 ദിവസമായിട്ട് ഐസിയുലായിരുന്നു. my mother was in hospital for 3 days. വേറെ ആരും അമ്മയെ നോക്കാനില്ല. There is nobody else to take care of my mother. ഞാൻ 3 ദിവസമായിട്ട് ഐസിയുലായിരുന്നു. So I was at the ICU for last 3 days. 3 ദിവസമായിട്ട് ഒരുപോലെ കണ്ണ് അടച്ചിട്ടില്ല. I couldn't sleep for 3 days. 3 ദിവസമായിട്ട് ഉറങ്ങാതെ അമ്മയെ ശുശ്രൂഷിച്ച് ഈ ചെറുപ്പക്കാരൻ ആശുപത്രിയിലായിരുന്നു. This person was at the hospital taking care of mother for last 3 days. അത് കഴിഞ്ഞ് അമ്മയുടെ കുറച്ച് ഡ്രസ്സ് കൂടെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഈ ബസ്സിൽ കയറിയത്. Now he's going back home to take some more dresses for the mother. ഞാൻ അറിയാതെ നിങ്ങളുടെ തോളത്തൊന്ന് തല വെച്ച് പോയി. By mistake, I put my head on his shoulders. അപ്പൊ നമ്മൾ എന്താ പറയും? What will we say to him? ഒരു കുഴപ്പമില്ല, എത്ര വേണേ വെച്ചു. No problem, you can put more. അതേപോലെ അതിന് മുമ്പ് എന്തായിരുന്നു നമ്മുടെ മനോഭാവം? What was our attitude before this? ചെറുപ്പക്കാരൻ നമ്മുടെ തോളത്ത് തല വെച്ചത് എന്തിനാണ്? Why did this young man put his head on my shoulder? നമ്മൾ ഒരു മനുഷ്യരല്ലേ, നമുക്ക് നമ്മുടെ മാന്യതയില്ലേ? We also should have our independence and freedom. ഇപ്പോഴോ What is our attitude now? അവനെ ഈ നിലയിൽ പെരുമാറാൻ പ്രേരിപ്പിച്ച യഥാർത്ഥ കാര്യം നമ്മൾ മനസ്സിലാക്കിയപ്പോഴോ, When we understood the real reason why he did that, പാവം ആ ചെറുപ്പക്കാരൻ അവന്റെ അമ്മയെ നോക്കാനേ വേണ്ടി 3 ദിവസം ആശുപത്രിയിൽ ഒരു പോള കണ്ണ് അടയ്ക്കാതെ അവിടെ ജീവിച്ചിട്ട് പോകുന്ന പോക്ക്. we are kind to him that he is taking care of his mother in the hospital. നമ്മുടെ ദേഷ്യം എന്തിനു വഴിമാറി? What happened to our anger? സഹതാപത്തിന് വഴിമാറി. It became pity now. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ ആളുകളോടുള്ള പല ദേഷ്യങ്ങള് അവരുടെ ഷൂസിൽ നിന്ന് വേണ്ടതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട്. Many times we got angry with other people because we are not thinking from their shoes. അതുകൊണ്ട് പലർക്കും ഇവർ അറിയാതെ ചെയ്യുന്നു എന്നുള്ള കൺസെഷൻ കൊടുത്ത് അവരോട് ക്ഷമിക്കുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. So it is better to forgive them thinking that they didn't know what they really do. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒട്ടേറെ കാര്യങ്ങൾ പറയാനായിട്ട്. Once if we say like this, there are many things to say. നമുക്ക് ചില കാര്യങ്ങള് ഇതിന്റെ ഉത്തരവാദിത്വം അവർക്കല്ലെന്നറിഞ്ഞാൽ നമ്മൾ അവരോട് ദേഷ്യപ്പെടും. Many times we understand that the responsibility of what they did is not with them, then we won't be angry to them. നമ്മള് അവിടെ നമ്മള് റോമർക്ക് ലേഖനം 11:36 വാക്യം നമ്മള് നേരത്തെയും വായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. Romans chapter 11 verse 36 അവിടെ കാണുന്നത് സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാണ്. From him, through him and to him. അപ്പോ സത്യത്തില്
നമുക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യവും നമ്മൾ ചെയ്യുന്നത് വേറൊരാളാ ചെയ്യുന്നതെന്ന് കാണുമ്പോഴാണ് അതിന്റെ ഉത്തരവാദിത്വം അവനാണെന്ന് പറഞ്ഞ് അവനോട് ദേഷ്യം വരുന്നു. We are angry to him because we are thinking he is responsible for that. എന്നാൽ ഇവിടെ കണ്ടോ, ഇവിടെ പറയുക സംഭവിക്കുന്ന സകലത്തിന്റെയും ഉത്തരവാദിത്വം ആർക്ക്? Here we see that who is responsible for all of this? സകലവും ദൈവത്താലും ദൈവത്തിൽ നിന്നും ദൈവത്തെങ്കിലേക്ക്. All things are from him, through him and to him. എന്ന് വെച്ചാൽ ദൈവം അനുവദിക്കാതെ നമുക്കൊരു കാര്യവും സംഭവിക്കുകയില്ല. Without God's permission, nothing will happen in our life. തീർച്ചയായും തിന്മയായ കാര്യങ്ങള് പിശാചിൽ നിന്നാണ് വരുന്നത്. Definitely the evil things are coming from Satan. എന്നാൽ അത് ദൈവം അനുവദിക്കാതെ അത് സംഭവിക്കുകയില്ല. But without God's permission, nothing will happen in our life. അപ്പോൾ ഈ നിലയിൽ നമ്മളോട് പെരുമാറാൻ ദൈവം അനുവദിച്ചു. God allowed him to behave like this towards us. നമ്മൾ ആദ്യം ഇവനോട് ദേഷ്യം തോന്നിയത് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഇവനാണെന്ന് വിചാരിച്ചാണ് നമുക്ക് ദേഷ്യം തോന്നുന്നത്. Initially we were angry towards him because we thought he is responsible for this. എന്നാൽ ഇവിടെ നമ്മൾ കണ്ടെത്തുക ദൈവം അനുവദിച്ചിട്ടാണ്, ദൈവം കൂടെ അനുവദിച്ചിട്ടാണ് എന്ന് കാണുമ്പോൾ ഇത് ആത്യന്തികമായി നമ്മളെ കൂടുതൽ ക്ഷമ പഠിപ്പിക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിയുമ്പോൾ, But we understand that this God has allowed this to happen in our life so that he can teach us more forgiveness, to forgive others. അങ്ങനെ കാണുമ്പോൾ നമ്മളെ സഹായിച്ച ഒരാളെ പോലെ നമുക്ക് ഇവനെ We എടുക്കാനായിട്ട്, see that that's a God's plan and then we want to help him. നമ്മളെ കൂടുതൽ ക്ഷമയും സ്നേഹവും സൗമ്യതയും പഠിപ്പിക്കാൻ ദൈവം ഉപയോഗിച്ച ഒരു ടൂളാണിത്. God has used this person as a tool to teach us humility, forgiveness and love. സൗമ്യതയും സ്നേഹവും സമാധാനവും ഒക്കെ നമുക്ക് തരാനായിട്ട് ദൈവം ഉപയോഗിച്ച ഈ ടൂളിനെ നമ്മൾ എന്തിനാ വെറുക്കുന്നത്? It's the person whom God has sent to give us love and forgiveness, teach us love and forgiveness. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ കാര്യങ്ങളെ കാണേണ്ടത് പോലെ കണ്ടാൽ, Dear ones, if we see the things as we are supposed to see, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? what we can do? നമുക്ക് വേഗത്തിൽ അവർക്ക് മാപ്പ് കൊടുക്കാനായിട്ട് കഴിയും. We can forgive them easily. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. Let me conclude. നമ്മൾ എന്താ പറഞ്ഞത്, ചിന്തിച്ചത് എന്താ? What do we discuss today? നമ്മുടെ സമാധാനം ഉള്ളവരായിട്ട് നമ്മളായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കും. God expects us to be at rest. ഈ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്ന തെറ്റുകളാണ്. One thing which brings unrest in our life is what others did to us. ആ തെറ്റുകളെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളെ ഈർഷ്യയിലും നീരസത്തിലും ഒക്കെ കൊണ്ടുവരും. The memory about our these mistakes will bring wrath and bitterness in our life. ആ ഈർഷ്യയും നീരസവും ആത്യന്തികമായിട്ട് നമുക്ക് തന്നെയാണ് അത്. This bitterness and wrath will hurting us. അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. It will affect our health. അത് പിശാചിന് നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കും. It will give devil an opportunity in our life. രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വന്ന പരിശുദ്ധാത്മാവിനെ അത് ദുഃഖിപ്പിക്കും. It will grieve the Holy Spirit who came when we are born again. അതുകൊണ്ട് ഈ കയ്പും ക്രോധവും ഈ നിലയിലുള്ള ഉറ്റാരവും ഒക്കെ വെച്ചുകൊണ്ടിരിക്കാതെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് ക്ഷമിച്ച് ഇടുകയാണ് നല്ലത്. So let's not carry this bitterness and wrath in our life. Let's forgive them before the sunset. അപ്പൊ നമുക്ക് സമാധാനത്തിൽ ജീവിക്കാനായിട്ട്. Then we can live in peace. ആട്ടെ, എങ്ങനെ ഇവർക്ക് മാപ്പ് കൊടുക്കാനൊക്കെ? How can we forgive them? അവര് ചെയ്ത പലതും അവര് അറിഞ്ഞുകൊണ്ട് ചെയ്തത്. The things they didn't really knew what they're doing. അവരറിയാതെ ചെയ്തതാണ് എന്നൊരു സൗജന്യം അവർക്ക് കൊടുക്കാൻ. They did. Let's give them a concession that they did without knowing. അവരെ നമ്മുടെ നന്മയ്ക്കായിട്ട് ദൈവം ഉപയോഗിച്ച ടൂൾ ആണെന്ന് കാണുമ്പോൾ നമുക്ക് അവരോടുള്ള വൈരാഗ്യം. We understand that they are a tool which God used for our good. ഒരുപക്ഷെ ഇതെല്ലാം കണ്ടില്ലെങ്കിലും നമ്മളെ നടത്തുന്ന ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നമ്മൾ ബോധപൂർവം അവർക്ക് മാപ്പ് കൊടുക്കുക. Even if we didn't see all this at that time, then let's forgive them, thinking that God is the one who allowed this in our ഞാൻ life. പറഞ്ഞത് അവരോടെല്ലാം നമുക്ക് കൂട്ടായ്മ ഉണ്ടാകണം, ഫെലോഷിപ്പ് ഉണ്ടാകണം എന്നല്ല പറഞ്ഞു. I didn't say that we should have fellowship with all of them. പക്ഷേ നമ്മൾ ക്ഷമിക്കാത്ത ഒരാൾ പോലും ഈ ഭൂമിയുടെ പരപ്പിൽ ഉണ്ടാകില്ല. But there should not be a person whom we didn't forgive on this earth. അങ്ങനെ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? If something happened, what will happen if we don't forgive a person? മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിലെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കറിയാമല്ലോ. In Matthew chapter 6, Lord taught us a prayer. അവിടെ കർത്താവ് എന്താ പഠിപ്പിച്ചത്? What did Jesus taught us there? അവിടെ പറഞ്ഞത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണേ. Matthew chapter 6 verse 12, as we forgive our debtors, forgive our debts to us.
കർത്താവ് അതുപോലെ തന്നെ പറഞ്ഞു, നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ ദൈവവും പിതാവും നമ്മളോട് ക്ഷമിക്കുകയില്ല. Jesus also told, if we don't forgive, then the Father also won't forgive us. നമ്മൾ അങ്ങനെ ഒരു വാക്യം കാണുന്നുണ്ട്. We see a verse like that. നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതുകൂടെ വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. Matthew chapter 18. Let's read that and then അതിന്റെ 35-ാമത്തെ വാക്യം, 18 verse 35. അത് ഒന്ന് വായിക്കാൻ വേണ്ടി കർത്താവിന്റെ വാക്കുകളാണ്. 18 verse 35. My heavenly Father will also do the same to you if each of you does not forgive his brother from your heart. അതായത് നമ്മൾ ക്ഷമിക്കുക മാത്രമല്ല, ഹൃദയപൂർവ്വം ക്ഷമിക്കണം. No, we not just forgive, but we have to forgive from our heart. നമ്മൾ ഹൃദയപൂർവ്വം ക്ഷമിച്ചില്ലെങ്കിൽ ആർക്കാ കുഴപ്പം? If we don't forgive from our heart, then who will be affected? ദൈവം തന്നെ നമ്മളോട് ക്ഷമിക്കുകയില്ല. God also want to forgive us. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കുന്നതിന്റെ ഗുണം നമുക്ക് തന്നെ. Therefore, the benefit of forgiving is for us. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ജീവിതത്തിൽ വന്നാലും So whatever happens in our life, ക്ഷമിക്കുക. let's forgive. കയ്പ് വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക. Don't have bitterness in our heart. അതിനെ തന്നെ യാത്ര ചെയ്യുമ്പോഴോ പോകുമ്പോഴോ ഒക്കെ അവർ ചെയ്ത കുറ്റങ്ങളെ കുറിച്ചുള്ള ചിന്തകളെ ആവർത്തിച്ച് മനസ്സിൽ അയവിറക്കാതിരിക്കും. Don't keep thinking about what others do to us. ഇതിനെല്ലാം ഉപരി നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് ക്ഷമിക്കാൻ കൂടുതൽ കൃപ തരണേ എന്ന് പറഞ്ഞു. Above all this, pray to God, asking God to help us to forgive others. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മളെ അവിടുന്ന് ക്ഷമിക്കാൻ കൂടുതൽ സഹായിക്കും. God will help us through the power of the Holy Spirit to forgive others. അങ്ങനെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ സമാധാനത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയും. Then we can live at peace like how God expects us to live. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. Let's pray. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, Our Heavenly Father, കർത്താവേ, ഞങ്ങള് മനുഷ്യരെന്നുള്ള നിലയിൽ as a human being, ഞങ്ങള് പലപ്പോഴും ആളുകളിൽ നിന്ന് തെറ്റായ പല അനുഭവങ്ങളും നേരിടുന്നവരാണ്. we have been hurt by other people. എന്നാൽ അത് ഞങ്ങളിൽ ഒരു കയ്പും പകയും ക്ഷമിക്കാത്ത മനോഭാവവും ആകരുത് എന്ന് ഞങ്ങൾ ഇന്ന് ചിന്തിച്ചു. But don't allow it to become a bitterness or wrath in our heart. കഴിഞ്ഞ കാലത്ത് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അനുഭവം ഒരു കയ്പായിട്ട് അടിയന്റെ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ, If there is any old memories like that in my heart, കർത്താവെ അത് അവിടുത്തെ മുമ്പാകെ കൊണ്ടുവരും. I bring it before you. അത് പൂർണ്ണമായിട്ട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നു. Help me to forgive completely. അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണേ. Cleanse me with your blood. കർത്താവെ അനുഗ്രഹത്തോടെ മുന്നോട്ട് നടക്കുവാൻ ഇടയാക്കണേ. Help me to live with a blessing. യേശുവിന്റെ നാമത്തിൽ തന്നെ. In Jesus' name.